ചരിത്രത്തിന്റെ ഭൂപടം ചോര കൊണ്ട് മാറ്റിവരച്ച പരാജിതനായ ചിത്രകാരൻ, വാക്കുകൾ കൊണ്ട് ആൾക്കൂട്ടങ്ങളെ അമ്മാനമാടിയ പ്രസംഗകൻ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയായ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാരണക്കാരൻ, എതിർക്കാനുയർന്ന കൈകൾ അറുത്തുമാറ്റി നുണയന്മാരുടെ തുണയോടെ കുതന്ത്രങ്ങളുടെ കരുനീക്കി ഹിറ്റ്ലർ ജർമ്മനി അടക്കിവാണ്. ഹിറ്റ്ലറുടെ കാലൊച്ച കേട്ട അയൽ രാജ്യങ്ങൾ മാത്രമല്ല, ലോകമാകെ പേടിച്ചു വിറച്ചു. ആര്യന്മാരുടെ രാജരക്തം മാത്രം ഈ ഭൂമിയിൽ നിലനിന്നാൽ മതിയെന്ന് വിശ്വസിച്ചിരുന്നു ഹിറ്റ്ലർ. ഒളിമ്പിക്സിൽ 4 സ്വർണ്ണ മെഡൽ നേടിയ അമേരിക്കക്കാരനായ ജെസി ഓവൻസിന്റെ വിജയത്തിൽ ലോകം മുഴുവൻ ആഹ്ലാദിച്ചപ്പോൾ കറുത്ത വർഗക്കാരൻ ജയിക്കുന്നത് കണ്ട് സഹിക്കാനാവാത്ത ഹിറ്റ്ലർ ഓവൻസിന് ഹസ്തദാനം ചെയ്യാനോ മെഡൽ സമ്മാനിക്കാനോ കൂട്ടാക്കിയില്ല. ആയിരങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് അചഞ്ചലനായി കണ്ടുനിന്ന ഹിറ്റ്ലർ ഒരു കറുത്ത വർഗക്കാരന്റെ വിജയം കണ്ടു നിൽക്കാനുള്ള മനക്കരുത്തില്ലാത്ത ഏകാധിപതി. മനുഷ്യന് കീഴടങ്ങാതെ സ്വയം മരണത്തിന് കീഴടങ്ങിയ ഹിറ്റ്ലർ. അതായിരുന്നു ഹിറ്റ്ലർ. ദുരിതപൂർണമായിരുന്ന ബാല്യകാലം. ജീവിച്ചിരിക്കുമോ ഈ കുഞ്ഞെന്ന് തോന്നിപ്പിക്കും വിധമുള്ള ദുരിതപൂർണമായ അവസ്ഥ. എന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും തട്ടിത്തെറിപ്പിച്ച് ലോകത്തെ ഏറ്റവും കൂടുതൽ പേരെ കൊന്നയാളെന്ന മുദ്രകുത്തപ്പെട്ട ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതി. അഡോൾഫ് എന്നത് ചെന്നായയുടെ പര്യായമായിരുന്നു. അറിഞ്ഞോ അറിയാതെയോ വൂൾഫ് എന്ന പേര് തന്റെ പേരിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നു. ഫെർവൂൾഫ് എന്ന് ഹിറ്റ്ലർ സ്വയം വിശേഷിപ്പിച്ചു. ഓസ്ട്രിയയിൽ ജർമ്മൻ അതിർത്തി പ്രദേശമായ ബ്രോനൌ ആയിരുന്നു ഹിറ്റ്ലറുടെ ജന്മദേശം. 7-ാം വയസ്സിൽ ടെക്നിക്കൽ സ്കൂളിൽ ചേർത്ത ഹിറ്റ്ലറെ ദൈവഭക്തിയുള്ളവനും സ്വഭാവശുദ്ധിയുള്ളവനുമായി വളർത്തിയെടുക്കാനായിരുന്നു അമ്മ ക്ലാരയുടെ പരിശ്രമം. തന്റെ ഒരേ ഒരു മകൻ വൈദികനാകണമെന്നും അവർ ആഗ്രഹിച്ചു. എന്നാൽ ചിത്രകാരനായി അറിയപ്പെടാനാണ് ഹിറ്റ്ലർ ആഗ്രഹിച്ചത്. ബാലനായ ഹിറ്റ്ലർ ഭക്തിപൂർവം പള്ളികളിലെ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും കുമ്പസരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ 2 വർഷത്തിനുള്ളിൽ പള്ളിയിൽ പോകുക എന്നത് പൂർണ്ണമായും ഉപേക്ഷിച്ചു. ഇടയ്ക്കിടെ രോഗങ്ങൾ പിടിപെടുന്നത് മൂലം സ്കൂളിൽ പതിവായി ഹാജരാകുവാൻ സാധിച്ചിരുന്നില്ല. പഠനകാര്യത്തിൽ ഒട്ടും പിന്നിലല്ലായിരുന്നുവെങ്കിലും ടീച്ചർമാരുടെ ഇടയിൽ ഉഴപ്പൻ എന്ന പേര് സമ്പാദിച്ചു. ഹിറ്റ്ലറുടെ 14-ാം വയസ്സിൽ പിതാവ് മരിച്ചു. അയാൾ. എങ്കിലും ഭാര്യയ്ക്കും മകനുമായി ധാരാളം സ്വത്ത് നീക്കിവച്ചിരുന്നു. കിട്ടിയ പണം മുഴുവൻ ഹിറ്റ്ലറുടെ പഠനത്തിനായി അമ്മ ചെലവഴിച്ചുവെങ്കിലും ഹിറ്റ്ലർക്ക് പഠനത്തോട് താല്പര്യമില്ലാതെയായി. കലാകാരനാകാനുള്ള ആഗ്രഹവും ലക്ഷ്യമില്ലാത്ത വായനയും ഹിറ്റ്ലറുടെ പഠനത്തെ ബാധിച്ചു. പരീക്ഷകൾ എഴുതാനാകാതെ ഹൈസ്കൂൾ പഠനം അവസാനിപ്പിച്ചത് ക്യാൻസർ ബാധിതയായ അമ്മയെ വളരെയധികം വേദനിപ്പിച്ചു. സർക്കാർ സർവീസിൽ ജോലിയിൽ പ്രവേശിച്ചുകൊള്ളാമെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്ത് അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങിയ വൻ തുകയുമായി പണക്കാരനായി മടങ്ങിവരുമെന്ന ഉറപ്പിന്മേൽ വിയന്നയ്ക്ക് പോയ ഹിറ്റ്ലർ കാലിക്കീശയുമായി ഒരാഴ്ചയ്ക്കകം മടങ്ങിവന്നു. ഹിറ്റ്ലർ ആത്മാർത്ഥമായി സ്നേഹിച്ച ഏക വ്യക്തി സ്വന്തം അമ്മയായിരുന്നു. അമ്മയോട് ഗാഢമായ ആത്മബന്ധമുണ്ടായിരുന്നു. ഫൈൻ ആർട്സ് കോളേജിൽ ചേരുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി 2 പ്രാവശ്യം പ്രവേശന പരീക്ഷ എഴുതിയിട്ടും വിജയിക്കാനായി. അമ്മ ക്ലാരയുടെ അവസാന കാലത്തെ വലിയ ആഗ്രഹമായിരുന്നു തന്റെ മകൻ ഒപ്പമുണ്ടാകണമെന്നത്. എന്നാൽ ഫൈൻ ആർട്സ് കോളേജിൽ പ്രവേശനം ലഭിക്കാതെ വീട്ടിലേക്കില്ലെന്ന വാശിയിൽ അമ്മ മകനെ കാണാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു. ഹിറ്റ്ലറുടെ പഠനത്തിനും അമ്മയുടെ ചികിത്സയ്ക്കുമായി സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചതിന് ഒരു ബൈബിളും 100 ക്രോണനും മാത്രമാണ് ഹിറ്റ്ലർക്ക് ലഭിച്ചത്. 1919 ഏപ്രിലിൽ കമ്മ്യൂണിസ്റ്റുകൾ മ്യൂണിക്കിലെ ബാവേറിയൻ സർക്കാരിനെ അട്ടിമറിച്ച കാലത്താണ് ഹിറ്റ്ലറുടെ രാഷ്ട്രീയ പ്രവേശം. ബ്രോണോയിലാണ് അഡോൾഫ് ഹിറ്റ്ലർ ജനിച്ചത്. ഓസ്ട്രിയ, ജർമ്മനി എന്നീ പ്രവിശ്യകളുടെ മധ്യത്തിലായിരുന്നു ബ്രോണോ. ഈ പ്രവിശ്യകൾ ലയിച്ച് മഹത്തായ ജർമ്മൻ മാതൃരാജ്യം സൃഷ്ടിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച ഹിറ്റ്ലർ തന്റെ ജനനസ്ഥലം മഹാഭാഗ്യമായി കണക്കാക്കി. ഈ പ്രവിശ്യകളുടെ ലയനത്തിനു വേണ്ടി ഏവരും എന്തും ത്യജിക്കുകയും സഹിക്കുകയും വേണമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഇതുകൊണ്ട് എന്തൊക്കെ സാമ്പത്തിക പരാധീനതയുണ്ടായാലും എന്തെല്ലാം എതിർവാദങ്ങൾ ഉണ്ടായാലും ലയനം അനിവാര്യമാണെന്നും ഒരേ രക്തമുള്ളവർ ഒരു രാജ്യത്തിൽ ഒരേ തരത്തിൽ ഒന്നിച്ചു തന്നെ കഴിയണമെന്നും ഒരു വൈദേശിക സാമ്രാജ്യത്തിനാലും ഒരേ ചോരയുടെ മക്കൾ ഭിന്നിക്കുവാൻ പാടില്ല എന്നും ഹിറ്റ്ലർ പറയുന്നുണ്ട്. ബ്രോണോ എന്ന അതിർത്തി നഗരം അദ്ദേഹത്തിന്റെ മനസ്സിൽ ആര്യനേകീകരണത്തിന്റെ പ്രതീകമായാണ് നിലകൊള്ളുന്നത്.
ജോഹന്നാസ് പാം രക്തസാക്ഷിയായതും അവിടെ വച്ചാണത്രേ. ഫ്രഞ്ച് ആധിപത്യത്തിലായിരുന്ന ജർമ്മനിക്ക് വേണ്ടി പോരാടിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇത്ര പീഡനങ്ങളേറ്റിട്ടും മറ്റുള്ളവരുടെ പേരുകളോ രഹസ്യങ്ങളോ വെളിപ്പെടുത്താതെ മാതൃരാജ്യത്തെ സ്നേഹിക്കുക എന്ന ഭാഗ്യദോഷം മാത്രം ചെയ്ത അദ്ദേഹം ധീരനായി പിടഞ്ഞു മരിച്ചു. ലിയോള ഷെഗറ്റിന് സംഭവിച്ചതുപോലെ ഇദ്ദേഹത്തെയും ഒരു ഫ്രഞ്ച് ചാരൻ, അഗസ്ബർഗുകാരനായ ഒരു പോലീസ് ഡയറക്ടർ ചതിച്ചു പീഡിപ്പിക്കുകയായിരുന്നു എന്ന് ജോഹന്നാസ് പാമിനെ കുറിച്ച് ഹിറ്റ്ലർ കുറിക്കുന്നുണ്ട്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്ന അലോയ്സ് ഹിറ്റ്ലർ സീനിയറും ക്ലാര ഹിറ്റ്ലറുമാണ് ഹിറ്റ്ലറുടെ മാതാപിതാക്കൾ. ബ്രൗണോവിലെ സാൽസാബർഗർ വോൾസ്റ്റാഡറ്റ് എന്ന സ്ഥലത്തെ ഗസ്തോഫ് സൂം പോമർ എന്ന സത്രത്തിലായിരുന്നു ഹിറ്റ്ലറുടെ ജനനം. ക്ലാരയുടെയും അലോയ്സിന്റെയും 6 മക്കളിൽ 4-മനായിരുന്നു അഡോൾഫ്. സഹോദരങ്ങളായ ഗുസ്താവ്, ഇഡ, ഓട്ടോ എന്നിവർ ഡിഫ്തീരിയയും മീസിൽസും മറ്റും വന്ന് ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു. ഹിറ്റ്ലറിന് 3 വയസ്സുള്ളപ്പോൾ കുടുംബം ജർമ്മനിയിലെ പസാവുവിലേക്ക് കുടിയേറി. അവിടെ വച്ചാണ് ഹിറ്റ്ലർ ബവേറിയൻ ഭാഷ പഠിക്കുന്നത്. തന്റെ പ്രസംഗങ്ങളിൽ ഓസ്ട്രിയൻ ജർമ്മൻ ഭാഷകളേക്കാൾ ബവേറിയനായിരുന്നു അദ്ദേഹം പിൽക്കാലത്ത് ഉപയോഗിച്ചിരുന്നത്. 1894 കുടുംബം ലിൻസിലെ ലിയോണ്ടിങ്ങിലേക്ക് താമസം മാറ്റി. 1895 ജൂണിൽ ഹിറ്റ്ലറുടെ പിതാവ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കുകയും ലംബാക്കിന് സമീപത്തെ ഹാഫെൽഡിൽ സ്ഥലം വാങ്ങി അവിടെ താമസമാക്കുകയും കൃഷി ആരംഭിക്കുകയും ചെയ്തു. ഫിസ്കൽഹാമിനടുത്തുള്ള ഒരു ടെക്നിക്കൽ സ്കൂളിലായിരുന്നു ഹിറ്റ്ലറുടെ പ്രാഥമിക വിദ്യാഭ്യാസം. തുറസായ മൈതാനങ്ങളിലും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വരുന്ന വഴിയിലുമൊക്കെ ധാരാളം സമയം ചെലവഴിക്കുമായിരുന്നു. നാട്ടിലെ കുട്ടികളുമായി നല്ല ചങ്ങാത്തവും ആരംഭിച്ചു. ചെമ്മാടിക്കൂട്ടങ്ങളുമായി തുടങ്ങിയ തികച്ചും ദുഷ്കരമായ വാഗ്വാദങ്ങളിൽ നിന്നാണ് പ്രസംഗിക്കാനുള്ള കഴിവ് വെളിപ്പെടുന്നത്. അച്ഛൻ മകനെ ഒരു സിവിൽ സർവന്റ് ആക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പക്ഷെ പതുക്കെ ചെറിയ തോതിലുള്ള ഒരു ഗുണ്ടാ സംഘത്തിന്റെ തലവനാവുകയായിരുന്നു കൗമാരക്കാരനായ ഹിറ്റ്ലർ. അതേസമയം വളരെ എളുപ്പം പാഠങ്ങൾ പഠിക്കുകയും പഠിച്ചതെല്ലാം മറക്കാതിരിക്കുകയും ചെയ്യുന്ന വിദ്യാർത്ഥിയായിരുന്നു. സംഗീതത്തിലുള്ള കഴിവ് പള്ളിയിലെ കൊയർ സംഘത്തിലും എത്തിച്ചിരുന്നു. മകൻ വൈദികനായി കാണാൻ അമ്മ ആഗ്രഹിച്ചിരുന്നു. കൊയറിനായി പള്ളിയിലെത്തിയിരുന്ന ഹിറ്റ്ലർ മഠാധിപതിയായ വലിയ പുരോഹിതനെ കണ്ട് ഒരു പുരോഹിതനാവണം, സാധാരണ പുരോഹിതനല്ല, ഒരു മഠാധിപതി തന്നെ ആകണമെന്നും ആഗ്രഹിച്ച നാളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛന്റെ പഴയ പുസ്തകങ്ങളിലൂടെ പരതി നടന്ന ഹിറ്റ്ലർക്ക് ചില പട്ടാള പുസ്തകങ്ങൾ, യുദ്ധസംബന്ധിയായ പുസ്തകങ്ങൾ കിട്ടിയതോടെ യുദ്ധത്തോട് അഭിനിവേശം തോന്നി. 1870-71 ഫ്രാങ്കോ ജർമ്മൻ യുദ്ധത്തിന്റെ ചരിത്രമായിരുന്നു അതിലും. ക്രമേണ യുദ്ധങ്ങളുടെ കഥകൾ അയാളുടെ ശ്രദ്ധയാകെ കവർന്നെടുത്തു. ഫ്രാങ്കോ ജർമ്മൻ യുദ്ധം ഹിറ്റ്ലറുടെ ഉള്ളിൽ ധാരാളം സംശയങ്ങൾ ഉണർത്തി. ഓസ്ട്രിയയിലുള്ള ജർമ്മൻകാർ എന്തുകൊണ്ട് ഈ യുദ്ധത്തിൽ പങ്കാളികളായില്ല? അച്ഛനുൾപ്പെടെയുള്ള ഓസ്ട്രിയക്കാരായ ജർമ്മൻകാരും യുദ്ധത്തിൽ പങ്കെടുത്ത ജർമ്മൻകാരും വേറെ ആൾക്കാരാണോ? ജർമ്മൻകാരൻ അതെവിടെ പാർക്കുന്നവരായാലും എല്ലാവരും ഒന്നല്ലേ? ഒരൊറ്റ ജനതയല്ലേ? ഹിറ്റ്ലറുടെ കുരുന്നു മനസ്സിനെ പീഡിപ്പിച്ച ചോദ്യങ്ങളായിരുന്നു അവ. ഈ ചോദ്യങ്ങൾക്ക് കിട്ടിയ ഉത്തരങ്ങൾ വേദനിപ്പിക്കുന്നതായിരുന്നു എന്ന് ഹിറ്റ്ലർ പിന്നീട് കുറിച്ചിട്ടുണ്ട്. എല്ലാ ജർമ്മൻകാരും ബിസ്മാർക്കിന്റെ രാജ്യത്തെ പൗരന്മാരല്ല. എന്തുകൊണ്ട് എല്ലാ ജർമ്മൻകാർക്കും കൂടി ഒരു ജർമ്മനിയില്ല എന്നത് ഒരു പ്രഹേളികയായി അയാളിൽ നിറഞ്ഞു. സഹോദരൻ എഡ്മണ്ട് 5-ാം വന്ന് മരണപ്പെട്ടത് അഡോൾഫ് ഹിറ്റ്ലറെ മാനസികമായി ബാധിച്ചു. ഇതിനെ തുടർന്ന് ക്ലാസ്സിലെ മിടുക്കനായ അഡോൾഫ് ദുർമുഖനും കോപശീലനും അധ്യാപകരോടും അച്ഛനോടും സ്ഥിരമായി വഴക്കുണ്ടാക്കുന്ന കുട്ടിയുമായി മാറി. ഒരു ക്ലാസിക്കൽ ഹൈസ്കൂളിൽ പോകാനും ചിത്രകാരനാവാനുമുള്ള ആഗ്രഹത്തെ അവഗണിച്ച് അലോയ്സ് മകനെ ലിൻസിലെ ഒരു റിയൽ സ്കൂളിലേക്ക് അയച്ചു. അച്ഛൻ എത്രയൊക്കെ കർക്കശ്യത്തോടെ അദ്ദേഹത്തിന്റെ പദ്ധതികൾ മകനിൽ അടിച്ചേൽപ്പിക്കുവാൻ ശ്രമിച്ചു, മകൻ അതേ ശാഠ്യത്തോടെ അതൊക്കെ എതിർത്തു. 11 വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായി ഹിറ്റ്ലർ പരസ്യമായി അച്ഛനെ എതിർത്തു. അച്ഛന്റെ ഭീഷണികൾക്കും നിർബന്ധങ്ങൾക്കും ഉപദേശങ്ങൾക്കും ഒന്നും വഴങ്ങിയില്ല. തന്റെ വിലപ്പെട്ട സമയം ഒരു സർക്കാർ കസേരയിൽ കുത്തിയിരുന്ന് ഒപ്പുകളിട്ട് നശിപ്പിക്കുന്നത് ചിന്തിക്കുന്നത് തന്നെ എത്രയും അരോചകമെന്ന് മകൻ കരുതി. 11 വയസ്സുകാരന്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ വലിയ പിരിമുറുക്കങ്ങൾ ഉണർത്തിവിട്ടു. സ്കൂളിലെ പഠനവും ഹോംവർക്കുമൊക്കെ ഹിറ്റ്ലർക്ക് തീരെ നിസ്സാരമായിരുന്നതിനാൽ അവയൊക്കെ നിമിഷ നേരത്തിൽ തീർത്തിട്ട് തുറന്ന വയലുകളിൽ അലഞ്ഞു നടക്കുവാനും തുടങ്ങി.
പ്രശ്നങ്ങളെ കീഴടക്കുവാനും തോൽപ്പിക്കാനും പഠിച്ചത് ഈ അലഞ്ഞു നടക്കലിലായിരുന്നുവെന്ന് ഹിറ്റ്ലർ ആത്മകഥയിൽ രേഖപ്പെടുത്തുന്നു. ഒരിക്കലും സിവിൽ സർവന്റ് ആവില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്ന ഹിറ്റ്ലറിന് 12 വയസ്സായപ്പോൾ ഒരു ചിത്രകാരനാകണമെന്ന മോഹം കലശലായി. സിവിൽ സർവന്റ് ആവില്ല എന്ന് അപ്പോഴേക്കും പറഞ്ഞു നടന്നിരുന്ന ആ ബാലൻ ഒരു ചിത്രകാരനാകണമെന്ന് അച്ഛനോട് പറഞ്ഞു. സ്തബ്ധനായ അദ്ദേഹം, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. അതേ നടക്കൂ എന്ന പിടിവാശിയിൽ ഹിറ്റ്ലറും ഉറച്ചു നിന്നു. അങ്ങനെ രണ്ടാളും അവരുടെ പിടിവാശി തുടരുകയും ചെയ്തു. ചിത്രരചനയല്ലാതെ മറ്റൊന്നും പഠിക്കാൻ തന്നെ കിട്ടില്ല എന്ന ശാഠ്യം അവരുടെ ബന്ധത്തെ തന്നെ ഉലച്ചു കളഞ്ഞു. ചിത്രരചനയ്ക്ക് പോഷകമാകുമെന്ന് കരുതിയതും വ്യക്തിപരമായി ഇഷ്ടം തോന്നിയതും ഒഴിച്ചുള്ള എല്ലാ പാഠഭാഗങ്ങളും അവഗണിക്കാൻ തുടങ്ങി. സ്കൂളിലെ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അത് പ്രതിഫലിച്ചു. ഹിസ്റ്ററിയിലും ജോഗ്രഫിയിലുമൊക്കെ ഏറെ മാർക്ക് വാങ്ങിയ 1ാം സ്ഥാനം നിലനിർത്തിയെങ്കിലും മറ്റു പല വിഷയങ്ങളിലും ഏറെ പിന്നോക്കമായി. ഈ കാലം തന്നിലുണ്ടാക്കിയ സ്വാധീനത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ ഹിറ്റ്ലർ വ്യക്തമാക്കിയിട്ടുണ്ട്. 1, ഒരു ദേശീയവാദിയായി മാറി. 2, ചരിത്രത്തിന്റെ അവസ്ഥകൾ മനസ്സിലാക്കി. ഹിറ്റ്ലറുടെ പഠനകാലത്തെ ഓസ്ട്രിയ രാജ്യം ഹിന്ദ വംശജരുടേതായിരുന്നു. അക്കാലത്ത് അന്നത്തെ ജർമ്മൻ സാമ്രാജ്യത്തിലെ പൗരന്മാർക്ക് അന്യരാജ്യങ്ങളിൽ മറ്റുള്ളവരുടെ അധീനതയിൽ കഴിയുന്ന ജർമ്മൻ വംശജരുടെ വികാരങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ഫ്രാങ്കോ ജർമ്മൻ യുദ്ധത്തിൽ ജർമ്മനി നേടിയ വിജയം ഓസ്ട്രിയയിലെ ജർമ്മൻകാരെ ബിസ്മാർക്കിന്റെ ജർമ്മൻ പൗരന്മാരിൽ നിന്നും ഏറെ അകറ്റി. ഇതിന്റെ ഒരു കാരണം ഒരുപക്ഷെ വിദേശ ജർമ്മൻകാർ സ്വാതന്ത്ര്യം നേടുവാനുള്ള കഴിവില്ലാത്തവരെന്ന് അവർ കരുതിയതാവാം. അഥവാ യഥാർത്ഥ ജർമ്മൻ അസ്തിത്വം അവർക്കില്ല എന്ന് സങ്കല്പിച്ചതാവാം എന്നും ഹിറ്റ്ലർ നിരീക്ഷിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ തന്നെ ജർമ്മൻ ദേശീയതയുടെ ഭാഗമായിരുന്ന ഹിറ്റ്ലർ ജർമ്മൻ ഭരണകൂടത്തോട് മാത്രമേ മേധാവിത്വം പ്രകടിപ്പിച്ചിരുന്നുള്ളൂ. വംശീയമായി തീർത്തും വ്യത്യസ്തരായ ഒരു ജനതയെ ഹാബ്സ്ബർഗ് ഭരണകൂടം ഭരിക്കുന്നതിനോടും ഹിറ്റ്ലറിന് വിമുഖതയുണ്ടായിരുന്നു. ജർമ്മൻ അഭിനന്ദന വാക്കായിരുന്ന ഹെയിൽ എന്ന വാക്കായിരുന്നു ഹിറ്റ്ലറും കൂട്ടുകാരും ഉപയോഗിച്ചിരുന്നത്. ഓസ്ട്രിയൻ സാമ്രാജ്യ ദേശീയഗാനത്തിന് പകരം ജർമ്മൻ ദേശീയഗാനമായിരുന്ന ഡീഷ്ലാൻഡ് യൂബർ എയിൽസ് ആയിരുന്നു അവർ ആലപിച്ചിരുന്നത്. 1903 ജനുവരി 13 ഹിറ്റ്ലറുടെ 14ാം വയസ്സിൽ പിതാവ് മരിച്ചു. ഇതിനെ തുടർന്ന് ഹൈസ്കൂളിലെ അഡോൾഫിന്റെ പെരുമാറ്റം ദുഷിച്ചതായി. സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കില്ലെന്ന് ഹിറ്റ്ലർ വാശി പിടിച്ചു. എങ്കിലും ബന്ധുക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി ഒടുവിൽ സമ്മതിച്ചു. ദുഃഖസൂചകമായി കറുത്ത ടൈയും ധരിക്കില്ല എന്ന നിബന്ധനയും വെച്ചു. പക്ഷെ പിന്നീട് ഹിറ്റ്ലർ ഈ പ്രവൃത്തിയിൽ പശ്ചാത്തപിച്ചു. പിതാവിന്റെ കല്ലറയിൽ കൊത്തുപണികൾ ചെയ്ത് പേരുകൊത്തിയ ഫലകം സ്ഥാപിച്ചാണ് പരിഹാരം ചെയ്തത്. 1905 സ്കൂൾ ജീവിതം അവസാനിപ്പിക്കാൻ അമ്മ സമ്മതം നൽകി. ലക്ഷ്യമില്ലാത്ത വായനയും കലാകാരനാകാനുള്ള അലച്ചിലും ഹിറ്റ്ലറെ എങ്ങും എത്തിച്ചില്ല. 1905 മുതൽ ഹിറ്റ്ലർ വിയന്നയിൽ ഒരു ബൊഹീമിയൻ ജീവിതം നയിച്ചു. ഒരു സാധാരണ ജോലിക്കാരനായും ചിത്രകാരനായും ജലഛായ വിൽപ്പനക്കാരനായും ഹിറ്റ്ലർ കഴിഞ്ഞുകൂടി. പിന്നീട് വിയന്നയിലെ തന്നെ അക്കാദമി ഓഫ് ഫൈൻ ആർട്സ് കോളേജിൽ പ്രവേശനം നേടാനായി ഹിറ്റ്ലറുടെ ശ്രമം. 2 തവണ പ്രവേശന പരീക്ഷ എഴുതിയിട്ടും വിജയിക്കാനായില്ല. ഹിറ്റ്ലറിന് ചിത്രകാരനാകാനുള്ള കഴിവില്ലെന്നും ആർക്കിടെക്ട് ആവാനുള്ള ഭാവിയുണ്ടെന്നും സ്ഥാപന മേധാവി ഹിറ്റ്ലറോട് പറഞ്ഞു. എന്നാൽ അതിനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഹിറ്റ്ലർക്കുണ്ടായിരുന്നില്ല. ഇതിനിടെ ക്ലാരയുടെ രോഗം വളരെ കൂടുതലായി. അവസാന കാലത്ത് മകനൊപ്പം ഉണ്ടായിരിക്കണമെന്ന് അവർ ആഗ്രഹിച്ചു. പലവട്ടം ഹിറ്റ്ലറെ വിവരമറിയിച്ചു. എന്നാൽ ഫൈൻ ആർട്സ് കോളേജിൽ പ്രവേശനം കിട്ടാതെ വീട്ടിലേക്കില്ലെന്ന് ഹിറ്റ്ലർ വാശി പിടിച്ചു. ഒടുവിൽ മകനെ കാണാതെ ആ അമ്മ 47ാം വയസ്സിൽ മരണത്തിന് കീഴടങ്ങി. ഹിറ്റ്ലർ നാട്ടിൽ മടങ്ങിയെത്തുന്നത് അമ്മയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു. അമ്മയോട് ഹിറ്റ്ലർക്ക് ഗാഠമായ ആത്മബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം അമ്മയുടെ ചിത്രം ഒപ്പം കൊണ്ടു നടന്നു. അമ്മ മരിക്കുമ്പോൾ 18 വയസ്സായിരുന്നു ഹിറ്റ്ലർക്ക്. അമ്മയുടെ ഒസ്യത്ത് പ്രകാരം കാര്യമായ സ്വത്തൊന്നും മകന് വേണ്ടി അവശേഷിച്ചിരുന്നില്ല. ഹിറ്റ്ലറുടെ പഠനത്തിന് വേണ്ടിയും ക്ലാരയുടെ ചികിത്സയ്ക്ക് വേണ്ടിയും സമ്പാദ്യത്തിന്റെ നല്ലൊരു ഭാഗം ചെലവായി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ഒരു ബൈബിളും 100 ക്രോനനുമായി വിയന്നയിലേക്ക് മടങ്ങി. അക്കാദമി 2ാം തവണയും അപേക്ഷ നിരസിച്ചപ്പോൾ ഹിറ്റ്ലർ തീർത്തും ദരിദ്രനായി. 1909 ഹിറ്റ്ലർ സ്വന്തമായി വീടില്ലാതെ കഴിച്ചുകൂട്ടുകയായിരുന്നു. എന്നാൽ 1910
മെൽഡേമാൻ സ്ട്രീസിലെ പാവപ്പെട്ട ജോലിക്കാർക്കുള്ള താമസ സ്ഥലത്ത് ഹിറ്റ്ലർ താമസം ആരംഭിച്ചു. അക്കാലത്ത് വിയന്ന മതവിപ്രതിപത്തിയുടെയും വംശീയ വിവേചനത്തിന്റെയും കേന്ദ്രമായിരുന്നു. കിഴക്കു നിന്നുള്ള കുടിയേറ്റക്കാർ ആ പ്രദേശം കൈയടക്കുമെന്നുള്ള പ്രചാരണങ്ങൾക്കിടെ ജനാധിപത്യ സിദ്ധാന്തവാദിയായിരുന്ന മേയർ കാൾ ലൂതർ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി സെമിറ്റിക് വിരുദ്ധ പ്രസ്ഥാനത്തെ നിരോധിച്ചു. ജോർജ് ഷോണറുടെ ഐക്യ ജർമ്മൻ പ്രസ്ഥാനത്തിന് വിയന്ന ഉൾപ്പെടുന്ന മരിയ ഹിൽഫ് ജില്ലയിൽ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു. ഡീഷസ് വോൾക്സ്ബാറ്റ് പോലെയുള്ള പ്രാദേശിക പത്രങ്ങളായിരുന്നു ഹിറ്റ്ലർ അക്കാലത്ത് വായിച്ചിരുന്നത്. അടുത്ത മുൻവിധികളോടെ ഇറങ്ങിയിരുന്ന അത്തരം പത്രങ്ങൾ കിഴക്ക് നിന്നുള്ള ജൂത കുടിയേറ്റം, ക്രിസ്ത്യാനികളെ അലട്ടിയിരുന്ന ഭീതികൾ അതിശയോക്തി കലർത്തി പ്രചരിപ്പിച്ചിരുന്നു. ഇതിന്റെ എല്ലാം ഫലമായി കത്തോലിക് പുരോഹിതനായിരുന്ന മാർട്ടിൻ ലൂതറിനോട് ഹിറ്റ്ലർ ആദരവ് വെച്ചു പുലർത്തിയിരുന്നു. താൻ ആദ്യമായി സെമിറ്റിക് വിരുദ്ധനായത് വിയന്നയിൽ വെച്ചാണെന്ന് ഹിറ്റ്ലർ ആത്മകഥയിൽ പറയുന്നുണ്ട്. ചരിത്രകാരനായ റിച്ചാർഡ് ജെ ഇവാൻസ് പറയുന്നത് ഹിറ്റ്ലറുടെ ക്രൂരവും കൊലപാതക താൽപര്യത്തോടെയുമുള്ള സെമിറ്റിക് വിരുദ്ധത രൂപം കൊള്ളുന്നത് ജർമ്മനിയുടെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ പരാജയത്തിന്റെയും മഹാദുരന്തം സംഭവിച്ചത് പിറകിൽ നിന്ന് കുത്തിയത് വഴിയാണെന്ന് വലതുപക്ഷ പ്രചാരണത്തിന്റെയും പ്രതിഫലനമായിട്ടുണ്ടായതാണെന്ന് ഏറെക്കുറെ എല്ലാ ചരിത്രകാരന്മാരും അംഗീകരിച്ചതാണെന്നാണ്. 1913 അച്ഛന്റെ എസ്റ്റേറ്റിന്റെ ശേഷിക്കുന്ന ഭാഗവും ഹിറ്റ്ലർക്ക് സ്വന്തമായി. ഹിറ്റ്ലർ മ്യൂണിച്ചിലേക്ക് തിരിച്ചു. ആസ്ട്രിയൻ സൈന്യത്തിന്റെ നിർബന്ധ യുദ്ധസേവനത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ഹിറ്റ്ലർ വിയന്ന വിട്ടതെന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും കരുതുന്നു. താൻ ഹാബ്സ്ബർഗ് സാമ്രാജ്യത്തിന്റെ സൈന്യത്തിനു വേണ്ടി സേവനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെന്നും കാരണം അത് നിരവധി വംശങ്ങളുടെ മിശ്രിതമാണെന്നും ഹിറ്റ്ലർ പിന്നീട് വ്യക്തമാക്കുകയുണ്ടായി. ശാരീരിക യോഗ്യതാ പരീക്ഷയിൽ പരാജയപ്പെട്ട ശേഷം സൈന്യത്തിൽ ചേരാതെ 1914 ഹിറ്റ്ലർ മ്യൂണിച്ചിലേക്ക് മടങ്ങി. 1921 ജൂണിൽ ഫണ്ട് ശേഖരണാർത്ഥം ഹിറ്റ്ലറും എക്കാറ്റും ബെർലിനിൽ പോയ സമയത്ത് മ്യൂണിച്ചിൽ NSDAP പിളർന്നു. പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ ചിലർ ഹിറ്റ്ലറുടെ പെരുമാറ്റം ധിക്കാരം നിറഞ്ഞതാണെന്ന് ആരോപിക്കുകയും NSDAPയുടെ എതിരാളികളായ ജർമ്മൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ DSPയിൽ ചേരാൻ തീരുമാനിക്കുകയും ചെയ്തു. ജൂലൈ 11 തിരിച്ചെത്തിയ ഹിറ്റ്ലർ രോഷാകുലനാവുകയും തന്റെ രാജി സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഹിറ്റ്ലർ ഇല്ലെങ്കിൽ അത് പാർട്ടിയുടെ അന്ത്യമായിരിക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ താൻ പാർട്ടിയിൽ തിരികെ വരണമെങ്കിൽ ഡ്രെക്സ്ലർക്ക് പകരം തന്നെ പുതിയ പാർട്ടി അധ്യക്ഷനാക്കണമെന്നും പാർട്ടി ആസ്ഥാനം മ്യൂണിച്ചിൽ തന്നെ ആയിരിക്കണമെന്നും പ്രഖ്യാപിച്ചു. കമ്മിറ്റി ഇത് അംഗീകരിച്ചു. ഇതിനെ തുടർന്ന് ജൂലൈ 26 ഹിറ്റ്ലർ പാർട്ടിയിലെ 3680 അംഗമായി ചേർന്നു. എന്നാൽ NSDAPയിൽ ഹിറ്റ്ലർക്ക് അപ്പോഴും ശത്രുക്കൾ ഉണ്ടായിരുന്നു. 1933 മുതൽ 1945 വരെ ജർമ്മനിയുടെ ചാൻസലർ ആയിരുന്നു അഡോൾഫ് ഹിറ്റ്ലർ. 1934 മുതൽ 1945 വരെ ഹിറ്റ്ലർ ഫ്യൂറർ എന്നറിയപ്പെട്ടു. ഓസ്ട്രിയയിൽ ജനിച്ച ജർമ്മൻ രാഷ്ട്രീയ പ്രവർത്തകനും നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ തലവനുമായിരുന്ന അദ്ദേഹമായിരുന്നു നാസി ജർമ്മനിയുടെയും രണ്ടാം ലോക മഹായുദ്ധത്തിലെ യൂറോപ്പിന്റെയും ഹോളോകോസ്റ്റിന്റെയും കേന്ദ്രം. നാസിസത്തിന്റെ ഉപജ്ഞാതാവായി ഹിറ്റ്ലർ കരുതപ്പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ സൈനികനായി ഹിറ്റ്ലർ പങ്കെടുത്തിട്ടുണ്ട്. പിന്നീട് NSDAPയുടെ മുൻരൂപമായിരുന്ന ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ 1919 ഹിറ്റ്ലർ അംഗമാവുന്നു. 1921 NSDAPയുടെ തലവനുമായി. 1923 ഹിറ്റ്ലർ ഭരണകൂടത്തെ പട്ടാള വിപ്ലവത്തിലൂടെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. വീർഹാഷ് ബുഷ് എന്നറിയപ്പെട്ട ഈ അട്ടിമറി ശ്രമം പരാജയപ്പെട്ടു. പിടിയിലായ ഹിറ്റ്ലർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിൽ വെച്ചാണ് ഹിറ്റ്ലർ തന്റെ ആത്മകഥയായ മെയിൻ കാംപ് അഥവാ എന്റെ പോരാട്ടം എഴുതുന്നത്. 1924 ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ഹിറ്റ്ലറുടെ ജനപിന്തുണ വർദ്ധിച്ചു. ഊർജിത പ്രഭാവത്തോടെയുള്ള പ്രസംഗങ്ങളിലൂടെ വേഴ്സായി ഉടമ്പടിയെ ആക്രമിച്ചും ജർമ്മൻ ദേശീയത, കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ജൂതവിരുദ്ധത എന്നിവയെ പ്രോത്സാഹിപ്പിച്ചുമാണ് ഹിറ്റ്ലർ ജനപ്രീതി വർദ്ധിപ്പിച്ചത്. ഇതിലൂടെ ഹിറ്റ്ലർ നാസി പ്രചരണം ശക്തിപ്പെടുത്തി. 1933 ചാൻസലറായി അവരോധിക്കപ്പെട്ട ശേഷം ഹിറ്റ്ലർ വെയ്മർ റിപ്പബ്ലിക്കിനെ, അതായത് പുരാതന ജർമ്മനിയെ, മൂന്നാം സാമ്രാജ്യമായി മാറ്റി. നാസിസത്തിന്റെ ആശയ സംഹിത പ്രകാരമായിരുന്നു ഹിറ്റ്ലർ ഇത് നടപ്പിലാക്കിയത്. യൂറോപ്യൻ വൻകരയിൽ നാസി പാർട്ടിയുടെ ആധിപത്യത്തിലുള്ള ഒരു പുതിയ ഭരണക്രമം സ്ഥാപിക്കുക എന്നതായിരുന്നു
ഹിറ്റ്ലറുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ജർമ്മൻ ജനതയ്ക്ക് വാസസ്ഥലമൊരുക്കുക എന്ന ലക്ഷ്യം അദ്ദേഹത്തിന്റെ ദേശീയ പ്രാദേശിക നയങ്ങളിൽ ഉണ്ടായിരുന്നു. 1939 പോളണ്ട് അധിനിവേശത്തിലൂടെയാണ് തന്റെ ജർമ്മൻ വിപുലീകരണം ഹിറ്റ്ലർ ആരംഭിക്കുന്നത്. ഈ സൈനിക നീക്കമാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് കാരണമായത്. ഹിറ്റ്ലറുടെ കീഴിൽ 1941 ജർമ്മനിയും സഖ്യകക്ഷികളും യൂറോപ്പിന്റെയും വടക്കേ ആഫ്രിക്കയുടെയും ഭൂരിഭാഗവും കൈക്കലാക്കി. എന്നാൽ 1943 ആയപ്പോഴേക്കും ഹിറ്റ്ലറിന് തുടർച്ചയായ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. യുദ്ധത്തിന്റെ അവസാന ദിനങ്ങൾക്കിടയിൽ, ബെർലിൻ യുദ്ധത്തിനിടയിൽ, ഹിറ്റ്ലർ തന്റെ ദീർഘകാല ജീവിത പങ്കാളി ഇവാ ബ്രൗണിനെ വിവാഹം ചെയ്തു. 2 ദിവസത്തിന് ശേഷം 1945 ഏപ്രിൽ 30 ചെമ്പട പിടിക്കപ്പെടുന്നത് ഒഴിവാക്കാൻ ഹിറ്റ്ലറും ഇവാ ബ്രൗണും ആത്മഹത്യ ചെയ്തു. അവരുടെ ശവശരീരങ്ങൾ പിന്നീട് കത്തിക്കപ്പെട്ടു. ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യവും വംശീയ യാഥാസ്ഥിതികത്വവും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 5 കോടിയോളം പേരുടെ ജീവൻ അപഹരിച്ചു. ഇതിൽ 6 ദശലക്ഷം ജൂതന്മാരും 5 ദശലക്ഷം അനാര്യന്മാരും ഉണ്ടായിരുന്നു. ഇവരുടെ വ്യവസ്ഥാപിതമായ ഉന്മൂലനത്തിന് നേതൃത്വം നൽകിയത് ഹിറ്റ്ലറും അടുത്ത കൂട്ടാളികളുമായിരുന്നു. ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച 100 വ്യക്തികളുടെ ഹ്രസ്വചരിത്രമായ ദ 100 എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് 1978 പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ 39ാം സ്ഥാനം ഹിറ്റ്ലർക്കാണ്. ചാർലി ചാപ്ലിന്റെ ദ ഗ്രേറ്റ് ഡിറ്റക്ടർ എന്ന സിനിമ ഹിറ്റ്ലറുടെ ജീവിതം പ്രമേയമാക്കിയുള്ളതാണ്. 1941 സെപ്റ്റംബറിൽ ഓൾഷിറ്റ്സ് ക്യാമ്പിൽ പട്ടിണിക്കിട്ട് അവശരാക്കിയ 850 പേരെ ഒരു മുറിയിലടച്ച് രാസവാതകം പ്രയോഗിച്ചു കൊന്നു. ഓൾഷിറ്റ്സ് ക്യാമ്പിൽ മാത്രം 30 ലക്ഷം പേരെയാണ് രാസവാതകം പ്രയോഗിച്ചും പട്ടിണിക്കിട്ടും തീ കൊടുത്തും വെടിവെച്ചും കൊന്നത്. ശവക്കൂനകൾ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് പുതിയ സംഘങ്ങളെ കൊണ്ടുവന്നു. 1944 മെയ് 14 ജൂലൈ 8 ഇടയിൽ 48 ട്രെയിനുകളിലായി 4,37,402 ഹംഗേറിയൻ യഹൂദരെയാണ് ഈ ക്യാമ്പിൽ കൊണ്ടുവന്നത്. നരകവാതിൽ എന്നായിരുന്നു ഓൾഷിറ്റ്സ് ക്യാമ്പിന്റെ ഓമന പേര്. ഒരൊറ്റ ദിവസം കൊണ്ട് 56,545 പേരെ ഇവിടെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പരീക്ഷണം നടത്താനുള്ള ഉപകരണങ്ങളായിരുന്നു ഓൾഷിറ്റ്സ് ക്യാമ്പിലെ കുട്ടികൾ. ഒരാളിൽ തന്നെ 4-5 ശസ്ത്രക്രിയകൾ ചെയ്തിരുന്നു. യഹോവയുടെ സാക്ഷികൾ 1935 മുതൽ 1945 വരെ നാസി ജർമ്മനിയിൽ സൈനിക സേവനം നടത്താത്തത് നിമിത്തം ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു. 12,000-ലധികം പേരെ തടങ്കൽ പാളയങ്ങളിലേക്ക് അയക്കുകയും ഏകദേശം 2,500 പേരെ നേരിട്ട് വധിക്കുകയും 5,000-ഓളം പേർ തടങ്കൽ പാളയങ്ങളിൽ കൊല്ലപ്പെട്ടതായും കണക്കാക്കുന്നു. കോൾ ആർ.എ. വിറ്റിഗിന്റെ ദൃക്സാക്ഷി വിവരണം ഇപ്രകാരം പറയുകയുണ്ടായി: യഹോവയുടെ സാക്ഷികളുടെ സൈനിക സേവന വിസമ്മതത്തിന്റെ നേരെ ക്രുദ്ധിതനായ ഹിറ്റ്ലർ യഹോവയുടെ സാക്ഷികളെ ജർമ്മനിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. അതേ തുടർന്ന് മറ്റൊരു തടവുകാരോടും കാണിക്കാത്ത വിധത്തിൽ യഹോവയുടെ സാക്ഷികളെ മാനസികമായും ശാരീരികമായും വാക്കുകളാൽ വിവരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ മനുഷ്യത്വരഹിതമായി ക്രൂരമായി പീഡിപ്പിക്കുകയുണ്ടായി. വർഗത്തിന്റെ പേരിൽ തടവിലാക്കപ്പെട്ട യഹൂദ റോമാനിയ തടവുകാരിൽ നിന്ന് വ്യത്യസ്തമായി തങ്ങളുടെ വിശ്വാസം തള്ളിപ്പറഞ്ഞുകൊണ്ട് സൈനിക സേവനം നടത്താമെന്നൊരു സമ്മതപത്രത്തിൽ ഒപ്പിട്ടാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞുകൊണ്ട് യഹോവയുടെ സാക്ഷികൾക്ക് രക്ഷപ്പെടാൻ നാസികൾ ഒരു സുവർണാവസരം നൽകി. എന്നിരുന്നാലും മിക്കവാറും എല്ലാവരും തന്നെ ഈ അവസരം തിരസ്കരിച്ചു. ചരിത്രകാരനായ സിബിൽ മിൽട്ടൺ ഇപ്രകാരം ഉപസംഹരിച്ചു: ഇവരുടെ ധൈര്യവും വിശ്വാസവും സഹിഷ്ണുതയും കാരണം നാസികളുടെ ക്രൂരമായ ഏകാധിപത്യ ഭരണത്തിന് ഇവരുടെ മേൽ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അന്ന് ജർമ്മനിയിൽ കേവലം 10,000 ആയിരുന്ന സാക്ഷികൾ 21ാം നൂറ്റാണ്ടിന്റെ ആദ്യഭാഗങ്ങളിൽ 1,65,000-ലധികമായി വർദ്ധിച്ചിരിക്കുന്നു. 2005 യഹോവയുടെ സാക്ഷികളെ ജർമ്മനിയിൽ നിയമപരമായ മതമായി അംഗീകരിച്ചത്. ബൊവേറിയൻ സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാൻ മ്യൂണിക്കിൽ നടത്തിയ പാളിപ്പോയ വിപ്ലവത്തെ തുടർന്ന് 5.5 മാസം ജയിൽവാസം അനുഷ്ഠിക്കേണ്ടി വന്നു. തന്റെ രാഷ്ട്രീയ പ്രസക്തി ശക്തമാക്കാൻ 2 കാര്യങ്ങൾ ഈ സമയം ഹിറ്റ്ലർ ചെയ്തു. 1920 ആൽഫ്രഡ് ഹോച്ചും റുഡോൾഫ് പിങ്ഡിങ്കും പ്രസിദ്ധപ്പെടുത്തിയ ജീവിക്കാൻ അർഹതയില്ലാത്ത ജന്മങ്ങളെ മോചിപ്പിക്കലും നശിപ്പിക്കലും എന്ന പുസ്തകം മനസ്സിരുത്തി വായിച്ചു. ആ കഥയിലെ പ്രഥമ സമർത്ഥനം തന്നെ കൊള്ളത്തുണ്ടുകളായ ജന്മങ്ങൾ രാഷ്ട്രത്തിന് ഭാരമാണെന്നും അവ നശിപ്പിക്കേണ്ടതുമാണെന്ന
ഹോച്ചിന്റെയും ബിൻഡിങ്ങിന്റെയും വാദങ്ങളുടെ അംഗീകാരമായിരുന്നു. ജൂതന്മാരാണ് ജർമ്മനിയുടെ സർവ്വശാപങ്ങൾക്കും കാരണമെന്ന് ഹിറ്റ്ലർ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. 1933 നാസികൾ അധികാരത്തിൽ വന്നപ്പോൾ ജർമ്മൻ ജനതയുടെ വർഗപരമായ ശുചിത്വം സംരക്ഷിക്കാനും നിഷിദ്ധ വർഗങ്ങളുടെ രക്തം ജർമ്മൻ രക്തവുമായി കലരാതിരിക്കാനുമുള്ള നടപടികൾ സർക്കാരിന്റെ നയമായി സ്വീകരിക്കുകയും അത് നടപ്പാക്കാൻ 1934 ഒരു പ്രത്യേക വകുപ്പ് ഉണ്ടാക്കുകയും ചെയ്തു. അതിന്റെ കർമ്മപരിപാടി നടപ്പിലാക്കാനായി ഡോക്ടർമാരുടെ ഒരു സംഘടനയും രൂപീകരിച്ചു. ഹിറ്റ്ലറുടെ ഉത്തരവനുസരിച്ച് 1933 പാരമ്പര്യ രോഗങ്ങൾ തടയാൻ നിർബന്ധിത വന്ധ്യംകരണം തുടങ്ങി. വികലാംഗർ, മാനസിക രോഗികൾ, മന്ദബുദ്ധികൾ ഇവരെ തെരഞ്ഞുപിടിച്ച് വന്ധ്യംകരണം നടത്തി. നാസികളുടെ വീക്ഷണത്തിൽ ജൂതർ, ജിപ്സികൾ തുടങ്ങിയ താണതരം വർഗങ്ങളുടെ രക്തം ജർമ്മൻ രക്തത്തിൽ കലരുന്നതാണ് എല്ലാ ജന്മവൈകല്യങ്ങൾക്കും കാരണം. ആരോഗ്യമില്ലാത്ത, പണിയെടുക്കാൻ ബുദ്ധിമുട്ടുള്ള വൃദ്ധരെ ദയാവധത്തിന് വിധേയരാക്കേണ്ടത് രാജ്യത്തിന്റെ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ ആവശ്യമാണെന്നും ന്യൂറംബർഗിൽ അംഗീകരിക്കപ്പെട്ടു. വാർത്താവിതരണ വകുപ്പ് മന്ത്രി യൂസ്ലെസ് മൗത്ത് ടു ഫീഡ് എന്ന ചലച്ചിത്രത്തിലൂടെ രാജ്യമെങ്ങും പ്രചരിപ്പിച്ചു. ജന്മനാ വൈകല്യങ്ങളുള്ള ശിശുക്കളെ ന്യൂറംബർഗ് അജണ്ട പ്രകാരം ദയാവധത്തിനിരയാക്കാൻ നാസി ഡോക്ടർ സംഘടനയുടെ പ്രസിഡന്റ് ജെറാൾഡ് വാഗ്നറോട് നിർദ്ദേശിച്ചു. വാഗ്നർ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി തുടങ്ങി. 3 വയസ്സിൽ താഴെയുള്ള ശിശുക്കളെ ഡോക്ടർമാരുടെയും മിഡ്വൈഫുമാരുടെയും ഒരു പാനൽ പരിശോധിച്ച് ജീവിക്കാൻ അനർഹരായവരെ തരംതിരിച്ച് മോർഫിനോ ഫിനോളോ കുത്തിവെച്ച് അല്ലെങ്കിൽ വിഷവാതക അറയിലടച്ച് കാലപുരിക്ക് അയച്ചവരിൽ 99% ജൂത ശിശുക്കളായിരുന്നു. ജർമ്മൻ സമൂഹത്തിൽ ദേശവികാരം വളർത്തുക മാത്രമായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമെന്ന് ഹിറ്റ്ലർ വിശ്വസിച്ചു. ദീർഘവീക്ഷണവും രാഷ്ട്രഭാവിയെക്കുറിച്ച് ഉത്കണ്ഠയുമുള്ള ഏതു പ്രസ്ഥാനവും അതിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യമാകണം. പ്രസ്ഥാനത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പുതിയ നിഗമനങ്ങളിൽ ഹിറ്റ്ലർ എത്തിച്ചേർന്നു. അവയെ ഇങ്ങനെയാണ് ഹിറ്റ്ലർ വിശദീകരിച്ചത്: പോരാട്ടവും. തൊഴിലാളികളെ ദേശീയ വികാരത്തിന്റെ മടിത്തട്ടിലേക്ക് തിരിച്ചുകൊണ്ടുവരാനാകുമെങ്കിൽ അവര് നൽകുന്ന ആനുകൂല്യങ്ങളൊന്നും വെറുതെയാകില്ല. രാജ്യത്തെ പുനർനിർമ്മിക്കേണ്ട തൊഴിലാളികൾക്കിടയിൽ ആത്മവിശ്വാസവും ഐക്യവും വളർത്തിയെടുക്കാതെ ഒരു സാമ്പത്തിക പുരോഗതിയും സാധ്യമാകില്ല. ദൂരക്കാഴ്ചയില്ലാത്തത് കൊണ്ടാണ് തൊഴിലുടമകൾ ഇതിനെ തിരിച്ചറിയാത്തത്. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ പണിമുടക്കി കൂലി കൂടുതൽ ചോദിച്ച ട്രേഡ് യൂണിയനുകൾ രാഷ്ട്ര താൽപര്യത്തിന് സ്വന്തം താൽപര്യത്തിന്റെ പകുതി പരിഗണനയെങ്കിലും കൊടുത്തിരുന്നെങ്കിൽ യുദ്ധം തോൽക്കില്ലായിരുന്നു. ജർമ്മൻ പൗരന്മാരാക്കി ജർമ്മൻ തൊഴിലാളികളെ മാറ്റാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇത് തിരിച്ചറിയാൻ കഴിയണം. രാജ്യത്തിന്റെ സുസ്ഥിരതയെയും സാമ്പത്തിക വ്യവസ്ഥയെയും അപകടപ്പെടുത്താതിരുന്നാൽ ഏതു സാമ്പത്തിക ത്യാഗവും അധികമാകില്ല. പരോക്ഷമായ ബോധനത്തിലൂടെയാണ് ഏത് സമൂഹത്തെയും അവർ പോലും അറിയാതെ ദേശീയധാരയിലേക്ക് കൊണ്ടുവരേണ്ടത്. വിട്ടുവീഴ്ചയില്ലാത്ത അർപ്പണബോധത്തോടെ നിരന്തരം ശ്രമിച്ചാൽ മാത്രമേ ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബൂർഷ്വാ ദേശീയവാദികളുടെ ഉപാധികളോടെയുള്ള ദേശബോധത്തെയല്ല, ശക്തവും തീവ്രവുമായ ദേശസ്നേഹത്തെയാണ് ഹിറ്റ്ലർ ഉദ്ദേശിക്കുന്നത്. പ്രൊഫസർമാരും നയതന്ത്രജ്ഞരുമല്ല നമ്മുടെ പൊതുസമൂഹം. നമ്മൾ പറയും വിധത്തിലുള്ള ആശയങ്ങളൊന്നും പിടികിട്ടുന്നുണ്ടാവില്ല. ഏത് വിപ്ലവവും ജനങ്ങളെ കീഴടക്കിയത് ശാസ്ത്രീയമായ വിശകലനങ്ങൾ നൽകിയല്ല, ഒരു തരത്തിലുള്ള ഹിസ്റ്റീരിയയാണ് ജനങ്ങളെ പ്രലോഭിപ്പിച്ചത്. ജനഹൃദയങ്ങൾ കീഴടക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള വാതിൽ കണ്ടെത്തണം. ഏത് പ്രസ്ഥാനവും ജനങ്ങളെ കീഴടക്കണമെങ്കിൽ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി പൊരുതിയാൽ മാത്രം മതിയാവുകയില്ല. ലക്ഷ്യത്തെ എതിർക്കുന്നവരെ തകർക്കുക, ഇഷ്ടമല്ലെങ്കിൽ കൊല്ലുക. ജനം പ്രകൃതിയുടെ ഭാഗമാണ്. ശക്തർ ദുർബലരെ കീഴടക്കുന്നത് കാണാൻ ജനങ്ങൾ ഇഷ്ടപ്പെടും. ജനഹൃദയങ്ങളെ കീഴടക്കി അവരെ ദേശസ്നേഹികളാക്കാൻ പോരാടുക. പോരാട്ട വിജയത്തിന് ഒറ്റ വഴിയേയുള്ളൂ: രാജ്യാന്തര ബോധത്തിന്റെ വിഷം കുത്തിവെച്ച് അവരെ കൊല്ലുക, ഉന്മൂലനം ചെയ്യുക. രാജ്യത്തെ തൊഴിലുടമകൾക്കിടയിൽ ഉറച്ചുപോയ ചില ധാരണകൾ പൊളിച്ചെഴുതിയേ മതിയാകും. തൊഴിലാളികളുടെ പണിയും കൂലിയും നിശ്ചയിക്കാനുള്ള സാമ്പത്തികാവകാശം തൊഴിലുടമയ്ക്ക് മാത്രമാണെന്ന ചിന്ത രാജ്യാന്തര ചിന്തയുടെ കരാള ഹസ്തങ്ങളിൽ നിന്ന്
തൊഴിലാളി സമൂഹങ്ങളെ മോചിപ്പിക്കണം. സാംസ്കാരിക നിലവാരത്തിൽ നിന്ന് ഉയർത്തി ദേശവികാരവും ദേശവിചാരവുമുള്ളവരാക്കി മാറ്റണം. ജർമ്മനിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും ജർമ്മനിയുടെ ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠപ്പെടുകയും ചെയ്യുന്ന യഥാർത്ഥ രാജ്യസ്നേഹികളെ പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യും. ചിന്താശേഷിയില്ലാത്ത ബൂർഷ്വാ സമൂഹത്തെ പ്രസ്ഥാനത്തോട് അടുപ്പിക്കാൻ ശ്രമിക്കരുത്. ഏകപക്ഷീയമാകുക, ഏകമുഖമാകുക, ജനമനസ്സിലേക്ക് പ്രചരണം തറച്ചു കയറ്റുക. ഒരാശയം അതിന്റെ പ്രചാരണ ശൈലി കൊണ്ട് സാധാരണക്കാരന്റെ മനസ്സിളക്കുമെങ്കിൽ ബുദ്ധിജീവികൾക്കത് അരോചകമാകും. പ്രസ്ഥാനത്തിന്റെ സന്ദേശങ്ങളും ആശയങ്ങളും പ്രകടിപ്പിക്കേണ്ടത് സാധാരണക്കാരന്റെ ബുദ്ധി നിലവാരത്തിലായിരിക്കണം. ജനഹൃദയങ്ങളെ കീഴടക്കാൻ അറിയുന്നവനാണ് യഥാർത്ഥ പ്രസംഗകൻ. ഒരു പൊതുപ്രസംഗം കേൾക്കുന്ന വിദ്യാസമ്പന്നന് അതിന്റെ ബൗദ്ധിക നിലവാരത്തിൽ അസംതൃപ്തി ഉണ്ടായാലും സാധാരണക്കാരനെ അത് ഇളക്കി മറിക്കും. സ്ഥലജല വിഭ്രാന്തി പിടിപെടുന്ന ബുദ്ധിജീവി പൊതുപ്രസ്ഥാനം തനിക്ക് പറ്റിയതല്ലെന്ന് മനസ്സിലാക്കി സ്ഥലം വിടും. പ്രസ്ഥാനങ്ങൾ പ്രബോധനങ്ങൾ കൊണ്ട് മാത്രം ലക്ഷ്യം നേടില്ല. രാഷ്ട്രീയാധികാരം പിടിച്ചെടുക്കുക മാത്രമാണ് അതിനുള്ള വഴി. ലോകത്തെ മാറ്റിയെഴുതാൻ ലക്ഷ്യമിടുന്ന ഏത് പ്രസ്ഥാനത്തിനും ലക്ഷ്യസാധ്യത്തിനായി ഏത് മാർഗവും സ്വീകരിക്കാൻ അവകാശം മാത്രമല്ല, ബാധ്യതയുമുണ്ട്. ശരിയും തെറ്റും നോക്കുന്നത് വിജയപരാജയങ്ങളിലൂടെയാണ്. ജയിച്ചെങ്കിൽ ശരി, തോറ്റെങ്കിൽ തെറ്റ്. ഇടയ്ക്കൊരു നിലയില്ല. ആദർശ ലക്ഷ്യങ്ങൾ നേടാൻ രാഷ്ട്രീയാധികാരം നേടേണ്ടത് അനിവാര്യമാണെന്ന് കരുതുന്ന ഏതൊരു പ്രസ്ഥാനവും തുടക്കം മുതൽ, അതായത് പ്രസ്ഥാനത്തിന്റെ ഒന്നാം ദിവസം മുതൽ ജനകീയ പ്രസ്ഥാനമാണെന്ന് തിരിച്ചറിയണം. ലക്ഷ്യവും മാർഗവും ജനങ്ങളായിരിക്കണം. ഒന്നാം ലോക യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഹിറ്റ്ലർ ഒരു മ്യൂണിച്ച് നിവാസിയും ഒരു ഓസ്ട്രിയൻ പൗരനായി ബവേറിയൻ സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുകയുമായിരുന്നു. ഫ്രാൻസിലും ബെൽജിയത്തിലുമായി പശ്ചിമ മുന്നണിയിൽ ലിസ്റ്റർ റെജിമെന്റിലെ ഒന്നാം കമ്പനിയായ ബവേറിയൻ റിസർവ് ഇൻഫാൻട്രി റെജിമെന്റ് 16-ൽ ഒരു റണ്ണറായിട്ടായിരുന്നു ഹിറ്റ്ലർ സേവനമനുഷ്ഠിച്ചിരുന്നത്. സൈന്യത്തിലെ മുന്നേറ്റ നിരയിൽ തന്നെയായിരുന്നു ഹിറ്റ്ലറുടെ സ്ഥാനം. ഒന്നാം വൈപ്രസ് യുദ്ധം, സോം യുദ്ധം, അറാസ് യുദ്ധം, പാഷൻഡേൽ യുദ്ധം എന്നിവയിലെല്ലാം ഹിറ്റ്ലർ പങ്കെടുക്കുകയും സോം യുദ്ധത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സൈനിക സേവനത്തിനിടെ ഹിറ്റ്ലർ ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങളും സ്വന്തമാക്കിയിട്ടുണ്ട്. 1914-ൽ സെക്കൻഡ് ക്ലാസ് അയൺ ക്രോസ് സൈനികനായ ഹിറ്റ്ലറിന് ലഭിച്ചു. പിന്നീട് 1918 ഓഗസ്റ്റ് 4-ന് യൂഗോ ഗട്ട്മാന്റെ ശുപാർശ പ്രകാരം ഹിറ്റ്ലറിന് ഫസ്റ്റ് ക്ലാസ് അയൺ ക്രോസ് ബഹുമതിയും ലഭിച്ചു. ഹിറ്റ്ലറിന്റെ ജെഫ്രൈറ്റർ റാങ്കിലുള്ള സൈനികർക്ക് വളരെ അപൂർവമായി ഈ ബഹുമതി സമ്മാനിക്കാറുള്ളൂ. റെജിമെന്റ് ആസ്ഥാനത്ത് ഹിറ്റ്ലറിന് ജോലി ലഭിച്ചതും മുതിർന്ന ഉദ്യോഗസ്ഥരുമായുള്ള സ്ഥിര സമ്പർക്കവും വഴിയാകാം ഹിറ്റ്ലറിന് ഈ നേട്ടം കൈവരിക്കാനായത്. ബഹുമതിക്ക് അർഹമായ പ്രവൃത്തികൾ മികച്ചതായിരുന്നുവെങ്കിലും അവ പ്രത്യേകതകളുള്ളതാണെന്ന് പറയാനാവില്ല. 1918 മെയ് 18-ന് ബ്ലാക്ക് വൂണ്ട് ബാഡ്ജ് ഹിറ്റ്ലറിന് ലഭിച്ചിട്ടുണ്ട്. റെജിമെന്റ് ആസ്ഥാനത്തുള്ള ജോലിക്കിടയിൽ ഒരു സൈനിക പത്രത്തിന് വേണ്ടി ഹിറ്റ്ലർ കാർട്ടൂണുകളും ചിത്രങ്ങളും വരയ്ക്കുകയും അവയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. 1916 ഒക്ടോബറിൽ സോം യുദ്ധത്തിനിടയിൽ ഹിറ്റ്ലറിന് പരിക്കേറ്റത് നാഭിക്കോ ഇടത് തുടയ്ക്കോ ആണെന്ന് കരുതപ്പെടുന്നു. റണ്ണർമാരുടെ മാർച്ചിനിടയിലേക്ക് ഷെല്ലുകൾ പതിച്ചപ്പോഴായിരുന്നു ഹിറ്റ്ലറിന് ഈ മുറിവേറ്റത്. അതിനുശേഷം 2 മാസത്തോളം ഹിറ്റ്ലർ ബീലിറ്റ്സിലെ റെഡ് ക്രോസ് ആശുപത്രിയിൽ കഴിഞ്ഞു. പിന്നീട് ഹിറ്റ്ലർ റെജിമെന്റിലേക്ക് തിരിച്ചെത്തിയത് 1917 മാർച്ച് 5-നായിരുന്നു. ഒരു മസ്റ്റാർഡ് വാതക പ്രയോഗത്തെ തുടർന്ന് 1918 ഒക്ടോബർ 15-ന് ഹിറ്റ്ലറിന് ഭാഗികമായി അന്ധത ബാധിക്കുകയും പേസ്വാക്കിലെ ഒരു ആശുപത്രിയിലാവുകയും ചെയ്തു. ഹിറ്റ്ലർ പേസ്വാക്കിലാകുമ്പോഴായിരുന്നു ജർമ്മനി യുദ്ധത്തിൽ പരാജയപ്പെട്ടത്. ഈ വാർത്ത കേൾക്കുന്ന സമയത്ത് ഹിറ്റ്ലർ തന്റെ അന്ധതയുടെ 2ാം രോഗാവസ്ഥയിലായിരുന്നു. യുദ്ധപരാജയം ഹിറ്റ്ലറിൽ വേദനയും നിരാശയും ജനിപ്പിച്ചു. ഇതിനെ തുടർന്നാണ് ഹിറ്റ്ലർ തന്റെ ആശയങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഹിറ്റ്ലർ യുദ്ധത്തെ തന്റെ എക്കാലത്തെയും വലിയ അനുഭവമായി കരുതി. മേലുദ്യോഗസ്ഥർ ഹിറ്റ്ലറിന്റെ ധീരതയെ വാഴ്ത്തി. ഈ അനുഭവങ്ങൾ ഹിറ്റ്ലറിനുള്ളിലെ ദേശീയവാദിയെ ഉണർത്തി. എന്നാൽ 1918-ലെ ജർമ്മനിയുടെ കീഴടങ്ങൽ ഹിറ്റ്ലറിനൊരു ഞെട്ടലായി. മറ്റേതൊരു ദേശീയവാദിയെയും പോലെ തന്നെ ഹിറ്റ്ലറും പുറകിൽ കുത്ത് അഥവാ ടോൾസ്റ്റോബ്ലിജന്റിൽ വിശ്വസിച്ചിരുന്നു. ജർമ്മൻ സൈന്യം യുദ്ധമുഖത്ത് വിജയമായിരുന്നെന്നും എന്നാൽ സിവിലിയൻ നേതാക്കളും മാർക്സിസ്റ്റുകാരും
പിറകിൽ നിന്ന് കുത്തി ജർമ്മനിയെ പരാജയപ്പെടുത്തിയെന്നുമായിരുന്നു ഈ കഥയുടെ അടിസ്ഥാനം. വാഴ്സ ഉടമ്പടി പ്രകാരം ജർമ്മനി തങ്ങളുടെ ധാരാളം ഭൂപ്രദേശങ്ങൾ വിട്ടുകൊടുക്കേണ്ടതായും റൈൻലാൻഡിൽ നിന്ന് പട്ടാളത്തെ പിൻവലിക്കേണ്ടതായും വന്നു. ഈ ഉടമ്പടി ജർമ്മനിയുടെ മേൽ നിരവധി സാമ്പത്തിക ബാധ്യതകൾ കെട്ടിവെച്ചു. ഭൂരിഭാഗം ജർമ്മൻകാരും ഈ ഉടമ്പടിയെ എതിർത്തു. പ്രത്യേകിച്ചും രാജ്യത്തെ അപമാനിച്ച ജർമ്മനിയാണ് യുദ്ധത്തിന് കാരണമെന്ന് പ്രഖ്യാപിക്കുന്ന വകുപ്പ് 231 വാഴ്സ ഉടമ്പടി യുദ്ധാനന്തര ജർമ്മനിയുടെ രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക അവസ്ഥകൾ എന്നിവയെ പിന്നീട് ഹിറ്റ്ലർ തന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ദുരുപയോഗം ചെയ്തു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ മ്യൂണിച്ചിലേക്ക് മടങ്ങി. ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ കുറവും മികച്ച വിദ്യാഭ്യാസ യോഗ്യതകൾ ഇല്ലാത്തതും സൈന്യത്തിൽ തന്നെ പിടിച്ചു നിൽക്കാൻ ഹിറ്റ്ലറെ പ്രേരിപ്പിച്ചു. 1919 ജൂലൈയിൽ ഹിറ്റ്ലർ റീഷ്വറിലെ ഒരു ഓഫ്ലോറെക്സ് കമാൻഡോയുടെ അഥവാ നിരീക്ഷണോദ്യോഗസ്ഥന്റെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥനായി നിയമിക്കപ്പെട്ടു. മറ്റ് സൈനികരെ സ്വാധീനിക്കലും ജർമ്മൻ വർക്കേഴ്സ് സെമിറ്റിക് വിരുദ്ധ, ദേശീയവാദ, മുതലാളിത്ത വിരുദ്ധ, മാർക്സിസ്റ്റ് വിരുദ്ധ ആശയങ്ങൾ സ്വാധീനിച്ചു. ജൂതന്മാരില്ലാത്ത സോഷ്യലിസ്റ്റ്, സാമൂഹിക സമത്വത്തോടെയുള്ള ശക്തവും സജീവമായ ഒരു സർക്കാർ അധികാരത്തിലെത്തുന്നതിനെ ഡ്രെക്സ്ലർ പിന്തുണച്ചിരുന്നു. ഹിറ്റ്ലറുടെ പ്രാസംഗിക വൈഭവത്തിൽ ആകൃഷ്ടനായ ഡ്രെക്സ്ലർ ഹിറ്റ്ലറെ DAPയിലേക്ക് ക്ഷണിച്ചു. ഈ ക്ഷണം സ്വീകരിച്ച് 1919 സെപ്റ്റംബർ 12 ഹിറ്റ്ലർ DAPയിലെ 55ാം ഔദ്യോഗികാംഗമായി. DAPയിൽ വെച്ച് ഹിറ്റ്ലർ ഡീട്രിച്ച് എക്കാർട്ടിനെ പരിചയപ്പെട്ടു. എക്കാർട്ട് പാർട്ടിയുടെ സ്ഥാപകാംഗവും ഒക്കൽട്ടൂൾ സൊസൈറ്റിയിൽ അംഗവുമായിരുന്നു. എക്കാർട്ട് പിന്നീട് ഹിറ്റ്ലറുടെ ഗുരുവായി മാറി. ആശയങ്ങൾ പരസ്പരം പങ്കുവച്ചും സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരെ പരിചയപ്പെടുത്തി കൊടുത്തും എക്കാർട്ട് ഹിറ്റ്ലറുടെ ഗുരുവായി മാറുകയായിരുന്നു. കൂടുതൽ പേരെ ആകർഷിക്കാനായി DAP തങ്ങളുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ജർമ്മൻ വർക്കേഴ്സ് പാർട്ടി NSDAP എന്നാക്കി മാറ്റി. മാത്രമല്ല, പതാക ഹിറ്റ്ലർ ചുവന്ന പശ്ചാത്തലത്തിൽ വെള്ളവൃത്തത്തിൽ സ്വസ്തികയോട് കൂടിയതാക്കി നവീകരിച്ചു. 1920 ഹിറ്റ്ലറെ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിട്ടു. പിന്നീട് ഹിറ്റ്ലർ NSDAPയുടെ മുഴുവൻ സമയ പ്രവർത്തകനായി മാറി. ഇതിനകം തന്നെ മികച്ച പ്രാസംഗികൻ എന്ന പേര് കേട്ട ഹിറ്റ്ലർ 1921 ഫെബ്രുവരിയിൽ മ്യൂണിച്ചിലെ ഒരു മൈതാനത്ത് 6000-ഓളം വരുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. സമ്മേളനത്തിന്റെ പ്രശസ്തി വർദ്ധിപ്പിക്കാൻ 2 ട്രക്കുകളിൽ സ്വസ്തിക പതാകയും ലഘുലേഖകളോടും കൂടിയ പ്രവർത്തകരെ കൊണ്ടുവരികയും ചെയ്തിരുന്നു. മാർക്സിസ്റ്റ്, ജൂത വിരുദ്ധത, വാഴ്സ ഉടമ്പടി എന്നിവയ്ക്കെതിരെ ഹിറ്റ്ലർ നടത്തിയ വിവാദപരമായ പ്രസംഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റ്ലറിന് കുപ്രസിദ്ധി നേടിക്കൊടുത്തു. അക്കാലത്ത് NSDAPയുടെ കേന്ദ്രം മ്യൂണിച്ചായിരുന്നു. അവിടെ വെച്ച് സർക്കാർ വിരുദ്ധമായ ജർമ്മൻ ദേശീയവാദികൾ മാർക്സിസത്തെ അടിച്ചമർത്താനും വെയ്മർ റിപ്പബ്ലിക്കിനെ അട്ടിമറിക്കാനും തീരുമാനിച്ചു. ജർമ്മൻ സൈന്യത്തിലെ ക്യാപ്റ്റൻ ഏണസ്റ്റ് റോം സൈനിക സേവനം മതിയാക്കി രാഷ്ട്രീയ പ്രവർത്തനത്തിനായി ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയിൽ ചേർന്നു. പ്രസംഗകലയിൽ മിടുക്കനായ ഹിറ്റ്ലറെയും തന്റെ ഒപ്പം അദ്ദേഹം ചേർത്തു. ഹിറ്റ്ലറുടെ നാവായിരുന്നു പാർട്ടിക്ക് ആവശ്യം. ജർമ്മനിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ബാവേറിയ ഓസ്ട്രിയയോട് ചേരാനാണ് ആഗ്രഹിക്കുന്നത് എന്നറിഞ്ഞ ഹിറ്റ്ലർ അതിനെതിരെ പ്രസംഗിച്ചതാണ് ഹിറ്റ്ലറുടെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം. യഹൂദരുടെ സ്ഥിരാകേന്ദ്രമായ ഓസ്ട്രിയയോട് ചേർന്നാൽ ബാവേറിയയ്ക്ക് നാണക്കേടായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തന്റെ ആദ്യ രാഷ്ട്രീയ പ്രസംഗം നീണ്ട കയ്യടിയോടെയാണ് ജനം സ്വീകരിച്ചത്. ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ മുഖ്യ വക്താവായി ഹിറ്റ്ലർ നിയമിക്കപ്പെടുകയും ചെയ്തു. പാർട്ടിയിൽ തന്റെ സജീവ സാന്നിധ്യം വെളിപ്പെടുത്തുകയും ജർമ്മൻ വർക്കേഴ്സ് പാർട്ടിയുടെ പേര് നാഷണൽ സോഷ്യലിസ്റ്റ് ഡോയിഷ് ആർബിറ്റേറ്റർ എന്നാക്കുകയും പിന്നീട് നാസി എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. ജർമ്മനിയുടെ ഭരണത്തലപ്പത്തെത്തുകയായിരുന്നു ഹിറ്റ്ലറുടെ രാഷ്ട്രീയ ലക്ഷ്യം. എത്ര ചെറിയ പ്രശ്നങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായാലും താൻ രാജിവെക്കുമെന്ന ഭീഷണി മുഴക്കിക്കൊണ്ടേയിരുന്നു. ഹിറ്റ്ലറുടെ പ്രസംഗങ്ങൾ ജനങ്ങളെ പാർട്ടിയിലേക്ക് അടുപ്പിച്ചിരുന്നതിനാൽ രാജി എന്നത് ആർക്കും ചിന്തിക്കാനാവുമായിരുന്നില്ല. ഹിറ്റ്ലറുടെ സ്വാധീനം പാർട്ടിയിൽ മുറുകുന്നതിന് വേണ്ടി മാത്രമായിരുന്നു രാജ്യഭീഷണി മുഴക്കിയിരുന്നത്. അധികാരം ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിച്ചില്ല. വോൾക്കിഷർ ബോബക്ടർ എന്ന പാർട്ടി പത്രത്തിലൂടെ ഹിറ്റ്ലർ തന്റെ നയങ്ങളും പാർട്ടിയുടെ ലക്ഷ്യങ്ങളും പ്രചരിപ്പിച്ചു. ജർമ്മനിയിൽ ദേശീയ വികാരം ശക്തമായി. ബാവേറിയൻ സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കാൻ ഹിറ്റ്ലർ രഹസ്യശ്രമം ആരംഭിച്ചു.
അട്ടിമറിക്ക് സൈന്യത്തിന്റെ പിന്തുണ തേടിയ ഹിറ്റ്ലർ നാസി സായുധ സംഘടനയായ സ്റ്റോം ട്രൂപ്പേഴ്സിനെയും സജ്ജമാക്കി. ലോക താര്യവംശത്തിന്റെ മേൽക്കോയ്മ സ്ഥാപിച്ചെടുക്കുകയായിരുന്നു ഹിറ്റ്ലറുടെ ലക്ഷ്യം. സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അഗ്നി കൊണ്ടുവന്ന ഗ്രീക്ക് പുരാണത്തിലെ പ്രൊമിത്യൂസിനെ പോലെ അറിവിന്റെ അഗ്നി കൊളുത്തുന്നവരാണ് ആര്യന്മാർ എന്നാണ് ഹിറ്റ്ലറുടെ വാദം. ആര്യന്മാർ രക്തത്തിന്റെ പരിശുദ്ധി കാത്തുസൂക്ഷിക്കണമെന്ന് പറഞ്ഞ ഹിറ്റ്ലർ യഹൂദന്മാരുൾപ്പെടെയുള്ള വിഭാഗങ്ങളുമായുള്ള വിവാഹബന്ധത്തിനും വിലക്കേർപ്പെടുത്തി. ഹിറ്റ്ലർ ലോകമഹായുദ്ധകാലത്ത് ജർമ്മനിയിലും പിടിച്ചെടുത്ത രാജ്യങ്ങളിലും കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ തുറക്കുകയും യഹൂദരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും ചെയ്തു. ഹിറ്റ്ലർ അധികാരമേൽക്കുമ്പോൾ 21 യൂറോപ്യൻ നാടുകളിലായി 90 ലക്ഷം യഹൂദരാണ് ഉണ്ടായിരുന്നത്. 1945 യുദ്ധം അവസാനിക്കുമ്പോൾ ഇവരിൽ 60 ലക്ഷം പേരും കൊല ചെയ്യപ്പെട്ടിരുന്നു. ഹിറ്റ്ലറുടെ ഏകാധിപത്യ നയത്തിൽ പാർട്ടിക്കുള്ളിലും പുറത്തും എതിർപ്പ് ശക്തമായി. 1934 ഓഗസ്റ്റിൽ പ്രസിഡന്റ് ഹിൻഡൻബർഗ് മരിച്ചതോടെ ഹിറ്റ്ലർ പ്രസിഡന്റ് ആവുകയും ജർമ്മനിയുടെ സർവാധികാരി എന്ന അർത്ഥത്തിൽ ഫ്യൂറർ എന്ന സ്ഥാനപ്പേര് സ്വീകരിക്കുകയും ചെയ്തു. ഹിറ്റ്ലർ ഇറ്റലിയുമായി സൈനിക സഖ്യം സ്ഥാപിച്ച് സൈന്യത്തെ 1936 റെയിൻലാൻഡിലേക്ക് അയച്ചു. 1938 ഓസ്ട്രിയയെ കീഴടക്കി ജർമ്മനിയോട് ചേർത്തു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ കീഴിൽ നിന്ന് നഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ചെക്കോസ്ലോവാക്യയിൽ നിന്ന് തിരിച്ചു പിടിച്ചു. ഫ്രാൻസിനും ബ്രിട്ടനും വീണ്ടും യുദ്ധത്തിനില്ലെന്ന ഉറപ്പും കൊടുത്തു. എന്നാൽ ചെക്കോസ്ലോവാക്യയുടെ ബാക്കി ഭാഗങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് ഹിറ്റ്ലർ തന്നെ ആ ഉറപ്പ് ലംഘിച്ചു. അതിർത്തികൾ യൂറോപ്പിന് വേണ്ട എന്നതായിരുന്നു ഹിറ്റ്ലറുടെ പ്രഖ്യാപനം. ഹിറ്റ്ലറുടെ അടുത്ത ലക്ഷ്യം പോളണ്ടായിരുന്നു. പോളണ്ടിനെ തന്റെ വരുതിയിലാക്കാൻ ശ്രമിച്ചാൽ ജർമ്മനിയെ ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് ആക്രമിക്കുമെന്ന ഭീഷണിക്ക് മുൻപിൽ പകച്ചുപോയ ഹിറ്റ്ലർ 1939 സോവിയറ്റ് യൂണിയനും ജർമ്മനിയും ചേർന്ന സൗഹൃദ കരാറിൽ ഒപ്പുവച്ചു. ഈ കരാർ ജർമ്മനിക്കെതിരെ റഷ്യയെ കൂടെ നിർത്തണമെന്ന ഇംഗ്ലണ്ടിന്റെയും ഫ്രാൻസിന്റെയും പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയായി എങ്കിലും തുടർന്ന് 20 ദിവസം കൊണ്ട് ഹിറ്റ്ലർ പോളണ്ടിനെ കീഴടക്കി. ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയും അത് രണ്ടാം ലോക മഹായുദ്ധത്തിന് തിരികൊളുത്തുകയും ചെയ്തു. ഹിറ്റ്ലറുടെ ജൈത്രയാത്രയുടെ തുടക്കം മാത്രമായിരുന്നു ഹിറ്റ്ലറുടെ പടയോട്ടം. പോളണ്ടിന് ശേഷം ഡെൻമാർക്ക്, നോർവേ, നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ് എന്നീ രാജ്യങ്ങളും ഹിറ്റ്ലർ കീഴടക്കി. ഫ്രാൻസിനെതിരെയും ഹിറ്റ്ലർക്ക് വിജയം നേടാനായി നാസി ജർമ്മനിയുടെ ഹിറ്റ്ലറും ഫാസിസ്റ്റ് ഇറ്റലിയിലെ ബെനിറ്റോ മുസോളിനിയും സഖ്യം ചേർന്നാണ് ബ്രിട്ടനും ഫ്രാൻസിനുമെതിരെ യുദ്ധം പ്രഖ്യാപിച്ചത്. ഫ്രാൻസ് അതോടെ തകർന്ന് തരിപ്പണമായി. ഫ്രാൻസിന്റെ പകുതിയോളം ജർമ്മനിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഫ്രാൻസ് യുദ്ധവിരാമ കരാറിൽ ഒപ്പുവെച്ചു. ജർമ്മനിയുടെ വായുസേനയ്ക്ക് ബ്രിട്ടീഷ് സൈനികർക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നു. അപ്പോഴും സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുക്കുന്നതിലായിരുന്നു ഹിറ്റ്ലറുടെ ശ്രദ്ധ. ഹിറ്റ്ലറുടെ പരാജയം തുടങ്ങുന്നത് ഇവിടെയാണ്. 1941 ജർമ്മനി സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. ആദ്യ വിജയം ജർമ്മനി നേടിയെങ്കിലും പിന്നീട് ജർമ്മൻ സേന പരാജയത്തിന്റെ കൈപ്പറഞ്ഞു തുടങ്ങി. മോസ്കോയിൽ കടുത്ത ശൈത്യമായിരുന്നു. ഈ ശൈത്യം സൈനികരുടെ കരുത്ത് ചോർത്തി. 1943 വീണ്ടും ആക്രമണം നടത്തിയെങ്കിലും ലക്ഷ്യം കൈവരിക്കാൻ സാധിച്ചില്ല. സ്റ്റാലിൻഗ്രാഡിൽ നടന്ന ആക്രമണത്തിൽ സോവിയറ്റ് യൂണിയൻ സൈനികർ 3 ലക്ഷം പേരടങ്ങുന്ന ജർമ്മൻ സൈനികരെ തുരത്തി ഓടിച്ചു. സൈന്യം പിന്തിരിഞ്ഞോടിയെങ്കിലും റഷ്യൻ സേന അവരെ തകർത്തു. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ഏറ്റവും അധികം കുപ്രസിദ്ധി നേടിയത് ഔഷ്വിറ്റ്സ് ആയിരുന്നു. ഏറ്റവും അധികം യഹൂദർ ഇവിടെ കൊല്ലപ്പെട്ടു. പട്ടിണിക്കിട്ട് അവശരാക്കിയ 880 പേരെ ഒരു മുറിയിൽ അടച്ച് രാസവാതകം പ്രയോഗിച്ചു കൊന്നു. ഇതൊരു പരീക്ഷണമായിരുന്നു. വെടിവെക്കുന്നതിനേക്കാൾ ചെലവ് കുറഞ്ഞ ഈ രീതി പിന്നീട് പ്രാവർത്തികമാക്കി. രാസവാതകം പ്രയോഗിച്ചും പട്ടിണിക്കിട്ടും തീ കൊടുത്തും വെടിവെച്ചും കൊന്നത് 30 ലക്ഷം പേരെയായിരുന്നു. ശവക്കൂനകൾ നീക്കം ചെയ്യുന്നതനുസരിച്ച് പുതിയ സംഘങ്ങളെ കൊണ്ടുവന്നു. ഇങ്ങനെ ക്യാമ്പുകൾ തുടങ്ങാൻ നേതൃത്വം നൽകിയത് ആഭ്യന്തരമന്ത്രി വില്യം ഫ്രിഷും ഹെർമൻ ഗോറിങ്ങുമായിരുന്നു. മ്യൂണിക്കിലെ സ്റ്റാൻലെയും ജയിലിൽ നിന്ന് 200 തടവുകാരെയാണ് കൊണ്ടുവന്നത്. ഒന്നാം ലോക മഹായുദ്ധകാലത്തെ ആയുധപുര ക്യാമ്പായി രൂപാന്തരപ്പെടുത്തുകയും 5000 പേരെ താമസിപ്പിക്കാനുള്ള തടങ്കൽ പാളയം തുറക്കുകയും ചെയ്തെങ്കിലും 1939
കൂടുതൽ തടവുകാരെ ക്യാമ്പിൽ ഉൾപ്പെടുത്തി. 1934 ജൂലൈ 19 ഹിറ്റ്ലർ പ്രഖ്യാപിച്ച രാഷ്ട്രത്തിനെതിരെ കൈയുയർത്തുന്ന ഓരോരുത്തനും മരണം തീർച്ച. രാഷ്ട്രമെന്നാൽ ഹിറ്റ്ലർ. അതായിരുന്നു നാസി രാഷ്ട്ര നയം. ഹിറ്റ്ലർ പിയൂസ് 11 മാർപ്പാപ്പയുമായി ഉണ്ടാക്കിയ ഉടമ്പടി പ്രകാരം കത്തോലിക്ക സഭയോട് ആദ്യം മൃദു സമീപനമായിരുന്നു. നാസി ക്രൂരതയ്ക്കെതിരെ 1940കളിൽ യുവാക്കൾ സംഘടിച്ചപ്പോൾ ഒട്ടേറെ വൈദികരെയും കന്യാസ്ത്രീകളെയും തടവിലാക്കി. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഏറ്റവും അധികം ജൂതവംശജർ അധിവസിച്ചിരുന്നത് പോളണ്ടിലായിരുന്നു. ഇതാണ് പോളണ്ട് ആക്രമിച്ച് അധീനപ്പെടുത്താനും ഔഷ്വിറ്റ്സ് ഉൾപ്പെടെയുള്ള ക്യാമ്പുകൾ തുടങ്ങാനും ഹിറ്റ്ലർക്ക് പ്രേരണ നൽകിയത്. ഗ്യാസ് ചേമ്പറുകളുടെയും ക്രെമറ്റോറിയങ്ങളുടെയും സാന്നിധ്യവും ക്രൂര ചെയ്തികളും സാധാരണ ജർമ്മൻ ജനതയിൽ നിന്ന് മറയ്ക്കാനുള്ള തന്ത്രവും അതിന് പിന്നിലുണ്ടായിരുന്നു. ഹിറ്റ്ലർ ആക്രമിച്ച് അധീനപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം കൂടി 15,000 തടങ്കൽ പാളയങ്ങൾ ഉണ്ടായിരുന്നു. തടവുകാരിൽ ബഹുഭൂരിപക്ഷവും ജൂതരായിരുന്നു. US ഹോളോകോസ്റ്റ് മെമ്മോറിയൽ മ്യൂസിയം, ജിയോ ഫ്രെമെഗാർക്ക, മാർട്ടിൻ ഡീൻ കാറ്റലോഗ് തുടങ്ങിയവയുടെ സ്ഥിതിവിവര കണക്കിൽ യൂറോപ്പിലെങ്ങുമായി 42,500 ഗെറ്റോ അഥവാ ജൂതവാസ സങ്കേതങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാ ക്യാമ്പുകളിലും കൂടി 1933-45 കാലയളവിൽ 150 മുതൽ 200 ലക്ഷം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ക്യാമ്പുകളെ പലതരമായി തിരിച്ചിരുന്നു. നാസിസത്തിന്റെ ശത്രുക്കളെ വകവരുത്താൻ ഹോസ്റ്റേജ് ക്യാമ്പുകൾ. ജർമ്മൻകാരെ മാത്രമല്ല, നാസി അധീശ രാജ്യങ്ങളിൽ നാസികളെ എതിർത്തവരെയും ജനകീയ കോടതി വിധിച്ച് വെടിവെച്ചും തൂക്കിലിട്ടും ഗില്ലറ്റിനിൽ തലവെട്ടിയും നിർമ്മാർജ്ജനം ചെയ്തു. പ്ലോട്ട്സെൻസിയും കൂടാതെ ജർമ്മനിയിൽ എങ്ങും സ്ഥാപിച്ച കൊലയറകളിൽ 17,000 ജർമ്മൻ പൗരന്മാർ വധിക്കപ്പെട്ടു. ലേബർ ക്യാമ്പുകൾ എന്ന പേരിൽ തടവുകാരുടെ ശരീരോർജ്ജം മുഴുവൻ ഊറ്റിയെടുക്കാനും നിർബന്ധിത വേലയ്ക്കും വിധിക്കപ്പെട്ടവർ. അവിടെ യാതൊരു മാനുഷിക പരിഗണനയും അവർക്ക് നൽകിയിരുന്നില്ലെങ്കിലും ജോലി നിങ്ങളെ സ്വതന്ത്രരാക്കും എന്ന വ്യാജ വാഗ്ദാനം എല്ലാ ലേബർ ക്യാമ്പ് കവാടത്തിലും എഴുതപ്പെട്ടിരുന്നു. യുദ്ധത്തടവുകാർക്ക് വിധിച്ച POW പ്രിസണേഴ്സ് ഓഫ് വാർ ക്യാമ്പുകൾ. ഇവിടെ എത്തിക്കപ്പെടുന്നവരെ പിന്നീട് ലേബർ ക്യാമ്പുകളിലേക്കും ഉന്മൂലന ക്യാമ്പുകളിലേക്കും നീക്കം ചെയ്യും. അന്താരാഷ്ട്ര ചട്ടങ്ങൾക്ക് വിരുദ്ധമായിരുന്നു യുദ്ധത്തടവുകാരോടുള്ള സമീപനം. സൈന്യത്തിലെ പദവികൾ അലങ്കരിച്ചിരുന്നവർ ആരായാലും ഓഫീസർമാർ മുതൽ നോൺ കമ്മീഷൻഡ് സൈനികരെ വരെ ഒരേ തടങ്കലിൽ ഒരേ നിർബന്ധ വേലയ്ക്ക് നിയോഗിച്ചു. നാസി തത്വശാസ്ത്രങ്ങളും നയങ്ങളുമായി പൊരുത്തപ്പെടാനുള്ള റീഹാബിലിറ്റേഷൻ ക്യാമ്പുകളായിരുന്നു മറ്റൊരിനം. നാസിസത്തിന് വഴങ്ങുന്ന ബുദ്ധിജീവികളെ ക്യാമ്പുകളിൽ പാർപ്പിക്കുകയും ഹിറ്റ്ലറുടെ ആജ്ഞപ്രകാരം പരുവപ്പെടുത്തിയെടുത്ത് ഭരിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തു. ഉന്മൂലന ക്യാമ്പുകൾ എന്ന മരണ ക്യാമ്പുകളിൽ ഇവിടെ എത്തിപ്പെടുന്നവരെ ക്രൂരവും മൃഗീയവുമായ മാർഗങ്ങളിലൂടെ കാലുകുരിക്ക് അയക്കുക എന്നതാണ് പ്രധാന കർമ്മ പരിപാടി. 1940-42 ആയപ്പോഴേക്കും എല്ലാ ക്യാമ്പുകളും മേജർ മൈനർ വ്യത്യാസമില്ലാതെ ഉന്മൂലന ക്യാമ്പുകളായി മാറി. കൊന്നൊടുക്കുക എന്നത് മാത്രമാണ് ഇവിടെ അരങ്ങേറിയത്. പട്ടിണിക്കിട്ട് കൊല്ലുക, രോഗബാധിതരെ നിർദ്ദയം മരിക്കാൻ വിടുക, അടച്ചുപൂട്ടിയ ബോഗികളിലും ട്രക്കുകളിലും കയറ്റി ശ്വാസം മുട്ടിച്ച് നിർദ്ദയമായി കൊല്ലുക, വിഷവാതക അറകളിൽ അടയ്ക്കുക, ഇങ്ങനെ പലതരത്തിലുള്ള പൈശാചിക ക്രിയകൾ. വിഷവാതക അറകളിലേക്ക് അയച്ചതാകട്ടെ ജൂതവംശരെയും മാനസിക രോഗികളെയുമായിരുന്നു. സാമൂഹിക പദവികളൊന്നും പരിഗണിക്കാതെ മർദ്ദനത്തോടെയാണ് ക്യാമ്പുകളിലേക്ക് സ്വാഗതം ചെയ്യുക. ശാരീരികമായി മാത്രമല്ല, മാനസികമായും തളർത്തുന്ന വിധത്തിലുള്ള പൈശാചിക രീതികൾ. വസ്ത്രങ്ങൾ ഉരിഞ്ഞ് തലമുണ്ടനം ചെയ്ത് കോമാളി വേഷം ധരിപ്പിച്ച് ശരീരത്തിൽ പച്ചകുത്തി നമ്പരിട്ട് ബാരക്കുകളിലേക്ക് തള്ളുന്നു. ക്യാമ്പിന്റെ ചിട്ട തെറ്റിക്കുന്നവരെ നഗ്നരാക്കി കൈകൾ പിന്നിൽ കെട്ടി തലകീഴായി കെട്ടിത്തൂക്കിയിട്ടതിനു ശേഷം വേട്ടപ്പട്ടികളെ അഴിച്ചുവിടുന്നു. പട്ടികൾ തടവുകാരുടെ വൃഷണം കടിച്ചെടുത്ത് ശാപ്പിടുന്നു. ചിലർക്കാകട്ടെ അടിശിക്ഷയാണ് വിധിക്കുക. അടികൊള്ളുന്നവൻ 1 മുതൽ എണ്ണിക്കൊണ്ടിരിക്കണം. എണ്ണം തെറ്റിയാൽ വീണ്ടും പ്രഹരം തുടങ്ങും. ഹിറ്റ്ലർ യൂറോപ്യൻ രാജ്യങ്ങൾ ആക്രമിച്ച് ആയിരക്കണക്കിന് ജനങ്ങളെ തടവുകാരാക്കി ഇറക്കുമതി ചെയ്തപ്പോൾ ദഖാവു ലേബർ ക്യാമ്പായി. കാട്ടവാറുകൊണ്ട് അടിച്ച് തളർന്നു വീഴുന്നവരെ എഴുന്നേൽപ്പിക്കും.
അതിന് ശേഷിയില്ലാത്ത പാവങ്ങളെ അപ്പോൾ തന്നെ ഗാർഡുകൾ വെടിവെക്കുകയും അവിടെ തന്നെ കുഴിച്ചു മൂടുകയും ചെയ്യും. തടവുകാർ ഉറങ്ങാനോ ഒന്ന് വിശ്രമിക്കാനോ അവകാശമില്ല. പട്ടിണിയായിരുന്നു എല്ലാ തടവുകാർക്കും. വെള്ളം പോലെ നേർത്ത ഒരു സൂപ്പും ഒരു കഷണം റൊട്ടിയുമായിരുന്നു ഒരു ദിവസത്തെ റേഷൻ. ഇത് വിശന്ന് വലഞ്ഞിരിക്കുന്ന തടവുകാർക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കും പോലെ വിശപ്പിന്റെ ആസക്തി വർദ്ധിപ്പിക്കുകയുള്ളൂ. വിശപ്പ് സഹിക്കാതെ റൊട്ടി മോഷ്ടിച്ച തടവുകാരൻ റൊട്ടി വായിലിരിക്കെ തന്നെ വെടിയേറ്റു വീഴുന്നു. കഠിനാധ്വാനവും പട്ടിണിയും പോഷകാഹാരക്കുറവും നിമിത്തം എല്ലും തോലുമായ മനുഷ്യക്കോലങ്ങൾ. അനിയന്ത്രിതമായ വയറിളക്കമായിരുന്നു മിക്കവർക്കും. മരുന്നെന്നത് കിട്ടാക്കനിയായിരുന്നു. വയറിളക്കം നിയന്ത്രിക്കാനാവാതെ മലമുഴുക്കിക്കൊണ്ട് നടന്നു പോകുന്ന തടവുകാരുടെ അവസ്ഥ. ജീവിതം സ്വയം നിഷേധിച്ചവരുടെ ദുരന്ത ദൃശ്യം. ക്യാമ്പുകളിൽ സ്ത്രീകളോടുള്ള പെരുമാറ്റവും വളരെ പൈശാചികമായിരുന്നു. ഓഫീസർമാർക്കും ഗാർഡുകൾക്കും മുമ്പിലൂടെ നഗ്നരായി നടത്തിച്ചായിരുന്നു ജോലി ചെയ്യാനുള്ള കഴിവ് നിശ്ചയിച്ചിരുന്നത്. സുന്ദരികളായവരെ ഓഫീസർമാരും ഗാർഡുകളും ഊഴം വെച്ച് ബലാത്സംഗം ചെയ്തു. എന്നാൽ പ്രസവം ക്യാമ്പുകളിൽ അനുവദനീയമല്ല. അതിനാൽ അശാസ്ത്രീയമായ ഗർഭഛിദ്രം മൂലം മരിച്ചത് നിരവധി സ്ത്രീകൾ. ഗർഭകാലം പൂർത്തിയാക്കി കുഞ്ഞുണ്ടായാൽ മുലയൂട്ടി വളർത്താൻ അനുവാദമില്ല. പട്ടിണിക്കിട്ട് കൊല്ലണം, അല്ലെങ്കിൽ പുറത്തേക്ക് എറിയണം. ഈ വിധമുള്ള ചോരക്കുഞ്ഞുങ്ങളെ എലിയും മറ്റും കരണ്ട് തിന്നുന്നത് കെട്ട് പൊട്ടിക്കരയുന്ന അമ്മമാരുടെ ധീരരോധനം ആരും കേൾക്കാൻ. അവരുടെ കണ്ണീരിന് ഒരു വിലയുമില്ല. എല്ലാ ക്യാമ്പുകളിലെയും അവസ്ഥ ഇതുതന്നെയായിരുന്നു. ക്യാമ്പുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത തടവുകാരെ ട്രെയിൻ വാഗണുകളിൽ തിക്കി നിറച്ച് അടച്ചുപൂട്ടി ആഹാരമോ വെള്ളമോ സാനിറ്ററി സൗകര്യങ്ങളോ ഇല്ലാതെ ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത വണ്ണം മരണ ക്യാമ്പുകളിലേക്ക് അയച്ചു. ഈ യാത്രകൾ ദിവസങ്ങളോ ആഴ്ചകളോ പിന്നിടുന്നു. സഖ്യകക്ഷികളുടെ ബോംബ് വീണ് റെയിലുകൾ മുറിയുകയും പാലങ്ങൾ തകരുകയും ചെയ്യുന്നത് മൂലം യാത്രക്കാലം ദീർഘിക്കും. ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് വളരെ ചുരുക്കം പേർ. വഴിയിലെ നരകയാതനയിൽ പലരും മരണപ്പെടുന്നു. അടച്ചുപൂട്ടിയ ട്രക്കുകളിലേക്ക് കാർബൺ മോണോക്സൈഡ് കടത്തിവിട്ട് തടവുകാരെ കൂട്ടമായി കൊന്നൊടുക്കി. ജൂതന്മാരാണ് ജർമ്മനിയുടെ എല്ലാ ശാപങ്ങൾക്കും കാരണം. അതുകൊണ്ട് ജൂതവംശത്തെ ഇല്ലാതാക്കുക എന്ന ഹിറ്റ്ലർ പദ്ധതി നാസികൾ ജർമ്മനിയുടെ ഭരണം കൈയടക്കി കഴിഞ്ഞപ്പോഴേ തുടങ്ങിയിരുന്നു. എല്ലാ ഉന്മൂലന ക്യാമ്പുകളിലെയും കർമ്മപരിപാടികൾ ഏതാണ്ട് ഒരുപോലെയായിരുന്നുവെങ്കിലും പോളണ്ടിലെ ക്യാമ്പുകളായിരുന്നു ഏറ്റവും ക്രൂരവും പൈശാചികവും. സൈക്ലോൺ ബി എന്ന പേരിൽ ഹൈഡ്രജൻ സൈനൈഡ് ആദ്യം പരീക്ഷിച്ചതും പ്രയോഗിച്ചതും ഔഷ്വിറ്റ്സിലായിരുന്നു. 1941 കാൾ ഫ്രീറ്റ്സ് 600 സോവിയറ്റ് യുദ്ധ തടവുകാരെ ഔഷ്വിറ്റ്സിലെ 11ാം ബ്ലോക്കിലെ വായു കടക്കാത്ത മുറിയിൽ തള്ളിക്കയറ്റി ഭദ്രമായി വാതിൽ പൂട്ടി. പരിശീലനം നേടിയ നാസി ഗാർഡുകൾ ഹൈഡ്രജൻ സൈനൈഡ് അറ തുറന്നു. ഈ പരീക്ഷണം സെപ്റ്റംബർ 3 ആവർത്തിച്ചു. ഗ്യാസ് ചേംബർ തുറന്നു നോക്കിയപ്പോൾ ഒരാൾ മാത്രം മരിക്കാതെ അവശേഷിച്ചു. 1941 സെപ്റ്റംബർ 16 ഹൈഡ്രജൻ സൈനൈഡിന്റെ അളവ് കൂട്ടുകയും 900 സോവിയറ്റ് യുദ്ധ തടവുകാരുടെ മേൽ പരീക്ഷണം നടത്തുകയും അറയുടെ വക്കുകൾ ചെളിവെച്ചടയ്ക്കുകയും ചെയ്തിരുന്നു. ക്രെമറ്റോറിയവുമായി ബന്ധപ്പെട്ട മോർഗിലായിരുന്നു പരീക്ഷണം. അതോടെ ഒരേ സമയം 2000 തടവുകാരെ കൊല്ലാനുള്ള വിഷവാതക ഡോസ് നിർണയിക്കപ്പെട്ടു. ഗ്യാസ് ചേംബറുകളിൽ അടയ്ക്കപ്പെട്ടാൽ 1/3 പേരും ഉടൻ മരിക്കുകയും ബാക്കിയുള്ളവർ ഏതാണ്ട് 20 മിനിറ്റിനകം മരിക്കുകയും ചെയ്യുമെന്ന് കണ്ടുപിടിച്ചു. പരീക്ഷണം നടത്തി വിജയിച്ചതുമൂലം ബെൽസിക്കിലും ഹെൽമോയിലും ജോസ്രോവാക്കിലും മാസ്ഡാനിക്കിലും ട്രെബ്ലിംഗയിലും സോബിബോയിലും സോവിയറ്റ് യൂണിയനിലെ മാലിക്രോസ്നെറ്റിലും ഗ്യാസ് ചേംബറുകളും ക്രെമറ്റോറിയങ്ങളും നിർമ്മിച്ചു. സെലീഷ്യയിൽ നിന്ന് വന്നവരായിരുന്നു ഔഷ്വിറ്റ്സിലെത്തിയ ആദ്യ ജൂതസംഘം. ഓരോ 24 മണിക്കൂറിലും 340 ശവങ്ങൾ കത്തിക്കാൻ മാത്രം സൗകര്യമേ ആദ്യം ഔഷ്വിറ്റ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. ദിവസത്തിലെ 24 മണിക്കൂറും ഇടതടവില്ലാത്ത വധവും ദഹിപ്പിക്കലും തുടർന്നു. ഗ്യാസ് ചേംബറുകളുടെ എണ്ണത്തിനനുസരിച്ച് ക്രെമറ്റോറിയങ്ങൾ ഇല്ലാതിരുന്നതിനാൽ ആദ്യം എത്തിച്ചവരുടെ ശവങ്ങൾ വെളിമ്പറമ്പിൽ കൂട്ടമായി കുഴിച്ചുമൂടി. ക്യാമ്പിലെത്തുന്നവരെ ജോലി സ്ഥലത്തേക്കെന്ന വ്യാജേന ക്യാമ്പിന് പുറത്തെ ഷെഡിലേക്ക് നടത്തുന്നു. വികലാംഗർ, അമ്മമാർ, ഗർഭിണികൾ, അനാരോഗ്യമുള്ളവർ
ഇവർ ജോലിക്ക് പോകാനായി ഒരു വിധത്തിൽ വരുമ്പോൾ അവരുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും എന്തിന് ഉടുവസ്ത്രവും അഴിപ്പിച്ച് മുന്നോട്ട് നയിക്കുന്നു. സാധനങ്ങൾ തിരികെ വരുമ്പോൾ തരാമെന്ന വാഗ്ദാനം കേട്ട് മുന്നോട്ട് നടക്കുന്നവരെ ക്രമമായി 6mm K2 തോക്കുകൊണ്ട് തലയ്ക്ക് പിന്നിൽ വെടിവെച്ച് കഥ കഴിക്കുന്നു. കണ്ണാടി കിളിവാതിലിലൂടെ ഗ്യാസ് ചേംബറിലെ അവസ്ഥ നേരിൽ കണ്ട കമാൻഡർ ഹെസ് തന്റെ ഡയറിയിൽ എഴുതി, വിഷവാതകം വമിക്കുന്ന കുഴൽമുഖത്തിനടുത്ത് നിൽക്കുന്നവർ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മരിച്ചു വീഴുന്നു. ചേംബറിൽ അടയ്ക്കപ്പെടുന്നവരിൽ 1/3 പെട്ടെന്ന് അങ്ങനെ അവസാനിക്കും. മറ്റുള്ളവർ പരസ്പരം കെട്ടിപ്പിടിച്ചുലഞ്ഞ് ശ്വാസം കിട്ടാതെ ആഞ്ഞു വലിച്ച് അലറി വിളിച്ച് ദീനസ്വരത്തോടെ എക്കിലിട്ട് വീണു മരിക്കുന്നു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ കൂടിയാൽ 20 മിനിറ്റിനകം എല്ലാ ചലനവും നിലച്ച് ശാന്തമാകുന്നു. കൊലയറയുടെ വാതിൽ തുറക്കുമ്പോൾ ആ കാഴ്ച മനുഷ്യത്വമുള്ള ആരെയും ഞെട്ടി വിറപ്പിക്കുന്നതായിരുന്നു. ശവങ്ങൾ കൂടുതലും ഗ്യാസ് ചേംബറിന്റെ വാതിലിന് സമീപം കുമിഞ്ഞുകൂടി കിടക്കുന്നു. രക്ഷപ്പെടാനുള്ള തത്രപ്പാടിൽ വാതിലിനടുത്തേക്ക് ഉന്തിത്തള്ളി എത്തുന്നതാവാം. ശവങ്ങളുടെ സ്ഥിതിയോ പല രൂപത്തിൽ, മുട്ടുമടങ്ങിയ സ്ഥിതിയിൽ, ചിലർ കുത്തിയിരിക്കുന്ന വിധം. ശവശരീരങ്ങളിലാകെ മലമൂത്രങ്ങളും ഛർദിയും രക്തവും പുരണ്ട് ശരീരമാകെ ഒരുതരം പാടല വർണ്ണത്തിലായിരിക്കും. കുട്ടികളെ തിരിച്ചറിയാൻ കഴിയാത്ത വണ്ണം തലയോട് പിളർന്ന് തലച്ചോറ് പുറത്തു ചാടിയിരിക്കും. ശവശരീരങ്ങൾ രക്തത്തിൽ കുളിച്ചിരിക്കും. ചെവിയിലൂടെയും മൂക്കിലൂടെയും രക്തം വമിച്ചൊഴുകി മുഖങ്ങൾ വികൃതമായിരിക്കും. എന്തിന്? സ്ത്രീകളിൽ ആർത്തവ രക്തം പോലും കൊടും വേദനയിൽ പുറത്തു വന്നിരിക്കും. സഖ്യകക്ഷികളുടെ ആക്രമണം 1944 ആയപ്പോഴേക്കും ശക്തമായി. കുറഞ്ഞ ചെലവിൽ പരമാവധി ആളുകളെ വധിക്കാൻ ഉന്മൂലന ക്യാമ്പുകളിലെ പ്രവർത്തനം ഊർജിതമാക്കി. 1943 വർഷാന്ത്യത്തിൽ പോളണ്ടിലെ പോസനിൽ ഹെൻറിഷ് ഹിംലർ ഗെസ്റ്റപ്പോ ഉദ്യോഗസ്ഥരെ വിളിച്ചുകൂട്ടി പ്രസംഗിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ജൂതവംശത്തെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യും. ജൂതരെ മുഴുവൻ കൊന്നൊടുക്കുക. 100 ശവങ്ങൾ, 500 ശവങ്ങൾ, 1000 ശവങ്ങൾ ഒന്നിച്ചു കാണുമ്പോൾ മനുഷ്യ സഹജമായ സഹാനുഭൂതിയോ ദയയോ ചെയ്യുന്നത് മാനക്കേടാണെന്ന വിചാരമോ നിങ്ങൾക്കുണ്ടാകരുത്. മൃഗീയതയും പരുക്കൻ സ്വഭാവവും നിലനിർത്തണം. ഇതുവരെ ഒരിക്കലും രേഖപ്പെടുത്താത്ത, ഇനി ഒരിക്കലും രേഖപ്പെടുത്താൻ കഴിയാത്ത ചരിത്രത്തിന്റെ മഹത്വപൂർണമായ പേജാണിത്. ക്യാമ്പുകളിലെ ഗാർഡുകൾക്ക് ജോലികളെല്ലാം ചെയ്തു തീർക്കാൻ കഴിയാതെ വന്നപ്പോൾ ജൂത തടവുകാരിൽ ആരോഗ്യമുള്ള ചെറുപ്പക്കാരെ തെരഞ്ഞെടുത്തു. സോന്തർ കമാൻഡോ എന്നൊരു സംഘം രൂപീകരിച്ചു. സോന്തർ കമാൻഡോകൾക്ക് പ്രോത്സാഹനാർത്ഥം പ്രത്യേക യൂണിഫോമും ആഹാരവും മരുന്നും സിഗരറ്റും നൽകിയിരുന്നു. ക്യാമ്പുകളിൽ എത്തുന്ന ജൂതന്മാരെ നല്ല വാക്ക് പറഞ്ഞു ഭാവി ജീവിതത്തിന്റെ ശോഭന വാഗ്ദാനങ്ങൾ നൽകി ഗ്യാസ് ചേംബറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുക. തടവുകാരുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു വാങ്ങി സൂക്ഷിക്കുക. മുടിവടിച്ച് ചാക്കുകളിൽ നിറയ്ക്കുക. ശവങ്ങൾ ക്രെമറ്റോറിയങ്ങളിലേക്ക് കൊണ്ടുപോകുക. അവിടെ ഇടമില്ലെങ്കിൽ വെളിമ്പ്രദേശത്തെ ശവങ്ങൾ കൂട്ടത്തോടെ കുഴിച്ചു മൂടുക. ശവങ്ങളിൽ സ്വർണ്ണപ്പല്ലുകൾ ഉണ്ടെങ്കിൽ അത് പിഴുതെടുക്കുക. ക്രെമറ്റോറിയങ്ങളിൽ നിന്ന് ചാരം നീക്കം ചെയ്യുക എന്നിവയായിരുന്നു കമാൻഡോകളുടെ ജോലി. വെളിമ്പ്രദേശങ്ങളിൽ കൂട്ടമായി ദഹിപ്പിക്കുന്ന ശവങ്ങളുടെ അസ്ഥികൾ ശേഖരിച്ച് എല്ലുപൊടി ഉണ്ടാക്കുക, ക്രെമറ്റോറിയങ്ങൾ വൃത്തിയാക്കുക എന്നിങ്ങനെയുള്ള സ്പെഷ്യൽ ഡ്യൂട്ടികളും ഷിഫ്റ്റ് അനുസരിച്ച് ചെയ്യേണ്ടി വന്നു. സ്വന്തം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ഗ്യാസ് ചേംബറിലേക്ക് നയിക്കുകയും അവരുടെ ശവങ്ങൾ തീച്ചൂളയിൽ എത്തിക്കുകയും ഇവരെക്കുറിച്ച് അന്വേഷിക്കുന്ന തന്റെ ബന്ധുക്കളോട് അവർ സുഖമായി ഇരിക്കുന്നുവെന്ന് പറയേണ്ട അവസ്ഥാവിശേഷവും ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. സത്യം അറിയിച്ചാൽ പോലും സ്ത്രീ തടവുകാരെ രക്ഷപ്പെടുത്തുക എന്നത് എളുപ്പമായിരുന്നില്ല. നാസികളുടെ ബ്രെയിൻ വാഷിംഗ് അതിശക്തമായിരുന്നു. ഗ്യാസ് ചേംബറിനടുത്തുള്ള വാർഡിലേക്ക് നയിക്കുന്ന തടവുകാരെ മോഹന വാഗ്ദാനങ്ങൾ നൽകി അവരുടെ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഊരി വാങ്ങും. മോഹന വാഗ്ദാനങ്ങൾ കേട്ട പാവങ്ങളായ ഇവർ സത്യാവസ്ഥ മനസ്സിലാക്കുന്നില്ല. കുളി കഴിഞ്ഞാൽ നേരെ മരണമുഖത്തേക്കാണ് തങ്ങളെ എത്തിക്കുന്നതെന്ന സത്യം ആ പാവങ്ങൾ അറിയാതെ പോകും. യുദ്ധാന്ത്യത്തിൽ റഷ്യൻ പട്ടാളം ഔഷ്വിറ്റ്സിൽ പ്രവേശിച്ചപ്പോൾ 3,70,000 പുരുഷ വേഷങ്ങളും 8,37,000 സ്ത്രീ വേഷങ്ങളും
7.7 ടൺ തലമുടിയും കണ്ടെത്തി. നാസി ക്യാമ്പുകളിൽ പുരുഷ ഗാർഡുകളേക്കാൾ ക്രൂരമായി പെരുമാറിയിരുന്നത് സ്ത്രീ ഗാർഡുകളായിരുന്നു. ക്യാമ്പുകളിൽ 5000 വനിതാ ഗാർഡുകൾ ഉണ്ടായിരുന്നു. പരീക്ഷണങ്ങൾ നടത്താനുള്ള ഉപകരണങ്ങളായിരുന്നു ഓഷിറ്റ്സ് ക്യാമ്പിലെ കുട്ടികൾ. ഒരാളിൽ തന്നെ 4-5 ശസ്ത്രക്രിയകൾ. രക്തം വാർന്ന കുട്ടികൾ മരിക്കുന്നതുവരെ പരീക്ഷണം തുടരും. മെംഗലെ എന്ന ഡോക്ടറാണ് ഈ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത്. എണ്ണയും വിഷവസ്തുക്കളും കുത്തിവെച്ച ശേഷം ശരീരഭാഗങ്ങൾ മുറിച്ചെടുത്ത് കുട്ടികളെ വധിച്ചാണ് നാസി ഡോക്ടർമാർ രാത്രികാലം ആഘോഷിച്ചത്. മുറിവുകളിൽ കുപ്പിച്ചില്ലും മണലും അരച്ചത് തേച്ചു പിടിപ്പിച്ചിരുന്നതായും പറയപ്പെടുന്നു.